സൂക്തങ്ങളിൽ ഓതി വെച്ചത് 10, 11, 12. 10ാമത്തെ സൂക്തത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിരുന്നു. ബാക്കിയുള്ള ഭാഗം സമയദൈർഘ്യം അനുഭവിച്ചതിനാൽ പിന്നീട് വിശദീകരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ സൂക്തം പൂർണ്ണമായും നിങ്ങളെ ഓതി കേൾപ്പിക്കേണ്ടി വന്നത്. സമ്പത്ത് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ശക്തമായ ആഹ്വാനം വരുന്ന ഈ അധ്യായത്തിന്റെ മർമ്മഭാഗമാണ് ഓതി വെച്ച സൂക്തങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ഓതി വെച്ച സൂക്തവും. ഇസ്ലാമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമ്പത്ത് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ ആ മാർഗത്തിൽ കൈമേൽ മറന്നുകൊണ്ട് ചെലവഴിക്കാൻ നിർബന്ധമാണ്. അത് മുഖേന മാത്രമേ ഇസ്ലാം അതിജയിക്കുകയുള്ളൂ, വളരുകയുള്ളൂ. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ മത്സരിച്ചുകൊണ്ട് ചെലവഴിക്കണം. ആ ചെലവഴിക്കൽ എവിടെ ഇല്ലാതാകുമ്പോൾ അവിടെ ഇസ്ലാം വഴിയുണ്ട് എന്നിങ്ങനെയുള്ള ഒരുപാട് വസ്തുതകൾ ഏറെ സങ്കീർണമായ ഒരു സാഹചര്യത്തെ മുൻനിർത്തി നമ്മെ ബോധവൽക്കരിക്കുകയാണ് ഈ അധ്യായം. മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹമാണ്. അവർക്കിടയിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവര് വലിയ 2 പ്രതിസന്ധികൾക്ക് നടുവിലാണ്. ഒന്ന്, അവർക്ക് എതിരെ ഇസ്ലാമിന്റെ ശത്രുക്കൾ സഖ്യസേന രൂപീകരിച്ചിരിക്കുന്നു. അവർ മദീനയെ ആണടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, അവസരം കാത്തിരിക്കുകയാണ്. മദീനക്കകത്ത് തന്നെ ശത്രുക്കളുണ്ട്. ചില യഹൂദ ഗോത്രങ്ങൾ ഒറ്റുകാരുടെ റോളിലാണ് ഉള്ളത്. മദീനയെ ഒറ്റ കൊടുക്കുന്നു. മുസ്ലിം സമുദായത്തിനകത്ത് തന്നെയുള്ള മുനാഫിക്കുകൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ആൻഡ് പാർട്ടി, അവരും ഇസ്ലാമിനെ തകർക്കാൻ ശത്രുപക്ഷത്തേക്ക് എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന അവസ്ഥയാണ്. ഇത്തരം ഒരു പ്രതിസന്ധിയിൽ യുദ്ധം നിർബന്ധമാവുകയാണ്. സൈനിക സേവനം ചെയ്യാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. അവർ പലർക്കും ഒന്നും കടന്നു കഴിഞ്ഞു വന്നാൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ സഹാബത്താണ്. സൈനിക സേവനത്തിന് അവർ തയ്യാറായിരിക്കും തന്നെ. സൈന്യം എന്ന ഒരു സംഗതി ഉണ്ടായി വരണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. സ്വന്തം ചെലവിൽ വാഹനവും ആയുധവും എടുത്തുകൊണ്ട് യുദ്ധത്തിന് വരുന്ന പ്രഗത്ഭരായ സഹാബത്തുണ്ടായിരുന്നു. അവർ അവരുടെ സൈനിക സന്നാഹം എല്ലാം അവർ തന്നെ ഒരുക്കിക്കൊണ്ട് പൂർണ്ണമായും ഈ രംഗത്ത് ഇറങ്ങിയിരിക്കും. എന്നാൽ ഒരുപാട് പേർക്ക് അത് സാധ്യത. അവർക്ക് വാഹനമില്ല, ആയുധവുമില്ല, എന്നാൽ പോരാടാൻ തയ്യാറാണ്. അത്തരം ആളുകളെ യുദ്ധത്തിന് കൊണ്ടുപോകണമെങ്കിൽ വാഹനവും വേണം, ആയുധവും വേണം, ചെലവും വേണം. അത് ഒരു പ്രശ്നം. ഇനി സ്വന്തം വാഹനം, സ്വന്തം ആയുധം സജ്ജീകരിച്ച് സ്വന്തം ചെലവിൽ യുദ്ധത്തിന് വന്നാൽ ഒരു സൈനിക സന്നാഹം മൊത്തം നയിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി രാഷ്ട്രം പണം ചെലവഴിക്കണം, യുദ്ധ ഫണ്ട് വേണം. അതില്ല. എന്നാൽ യുദ്ധ ഫണ്ട് പെട്ടെന്ന് സമാഹരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ അവിടെ ഇല്ല. മദീനയിൽ ക്ഷാമമാണ്, അങ്ങനെയും പ്രതിസന്ധി. അപ്പൊ ഒരു ഭാഗത്ത് കടുത്ത ആക്രമണത്തിന്റെ ഭീഷണിയിൽ സൈനിക സേവനം നിർബന്ധമായി വരികയും സർവാത്മന സേവനത്തിന് ആളുകൾ തയ്യാറായി വരികയും ചെയ്തിരിക്കുന്നു. പക്ഷേ പണമില്ല. എന്നാൽ മദീനക്കകത്ത് പണം കണ്ടെത്താമെന്ന് വെച്ചാൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പ്രതിസന്ധിയിലാണുള്ളത്. അപ്പൊ പണം ഉണ്ടാവാൻ നിർബന്ധമാണ്. ഇനി എങ്ങനെ ഉണ്ടാവും? കയ്യിലുള്ളവർ കൈ മറന്നു കൊടുത്താലേ ഉണ്ടാവും. അതുകൊണ്ടാണ് ചെലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ഇൻഫാഖിനെ, ചെലവഴിക്കലിനെ ഊന്നിക്കൊണ്ട് ഈ അധ്യായം അവതരിക്കുന്നു. ആ ഭാഗമാണ് നമ്മൾ പഠിച്ചു വന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെലവഴിച്ചുകൂടാ? ആ ചോദ്യത്തിന് വലിയ ഒരു ഊന്നലുണ്ട്, ഗൗരവമുണ്ട്. എന്തുകൊണ്ട് ചെലവഴിച്ചുകൂടാ? അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മടി കാണിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ചെലവഴിക്കുന്നില്ല? വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അനന്തരാവകാശി അള്ളയാണ്. അഥവാ ഈ പണം നിങ്ങളുടെ കയ്യിൽ നൽകിയത് അവനാണ്. അവൻ നൽകിയ പണം അവന്റെ വഴിക്ക് അവൻ ആവശ്യപ്പെടുമ്പോൾ ചെലവഴിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഈ പണം നിങ്ങളുടെ കയ്യിൽ കൊന്നു കിട്ടിയതാണ്, തലമുറകളായി നിങ്ങളുടേതല്ല, നിങ്ങൾ സമ്പാദിച്ചതുമല്ല.
എങ്കിൽ പിന്നെ കൊടുക്കാൻ ഒരു വഴി കാണിക്കണം. നാളെ ഈ പണം നിങ്ങളുടെ പിന്നാളുടെ കയ്യിലേക്ക് പോകും. നിങ്ങൾ ചെലവഴിക്കാതെ നിങ്ങൾക്കല്ലേ നഷ്ടം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ പണം തലമുറ മാറി വരുന്ന പണം നിങ്ങളുടെ കയ്യിലെത്തിയപ്പോൾ അതിന് നിങ്ങളൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ കൊടുക്കാതിരുന്നാൽ ഈ പണം അടുത്ത തലമുറ കയ്യിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ എത്തിപ്പെട്ടില്ലേ? നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് കൊടുക്കാതിരിക്കുന്നു? കൊടുത്തുകൂടെ നിങ്ങൾ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. സൂക്തവും തിരുവചനങ്ങളും ഈ വിഷയമായി വന്നത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വായിച്ചു കേൾക്കുന്ന ഒരു സൂക്തമുണ്ടല്ലോ, വെള്ളിയാഴ്ചകളിൽ പൊതുവെ നമ്മളത് പാരായണം ചെയ്യാറുണ്ട്. നമ്മളോട് ആഹ്വാനമാണ് സത്യവിശ്വാസികൾ. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ്. അപ്പൊ കയ്യിലുള്ള പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരുന്നാൽ പിന്നെ നമ്മുടേതല്ല. നമ്മുടെ ആളുകൾ ഉള്ളപ്പോൾ ചെലവഴിക്കില്ല, നല്ല സമയത്ത് ചെലവഴിക്കില്ല, മരിക്കാനാകുമ്പോൾ ചെലവഴിക്കാൻ പോകും. ചിലപ്പോൾ സാധിച്ചേക്കും, ചിലപ്പോൾ സാധിക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവന്റെ സ്വത്തല്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് നമ്മുടേതല്ല, അത് അനന്തരാവകാശിയുടേതാണ്. അവൻ നമുക്ക് വേണ്ടി കൊടുത്തെങ്കിലേ വല്ലതും കിട്ടും. കൊടുക്കാൻ അവരൊരു ബാധ്യതയുമില്ല. കടം പോലും വീട്ടാത്തവർ, മരിച്ചു കഴിഞ്ഞിട്ട് മക്കള് കടം പോലും വീട്ടാതെ, വസിയത്ത് വീട്ടാതെ, പിടിച്ചു വെച്ച് സ്വന്തം പെങ്ങന്മാർക്ക് കൊടുക്കാതെ, അനുജന് കൊടുക്കാതെ, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കാതെ, അവന്റെ ഉമ്മാക്ക് കൊടുക്കാതെ കഴിക്കുന്ന കാലമാണ് ഈ കാലം. അങ്ങനെ മനസ്സിലാക്കണം. അപ്പോഴേ ഗൗരവം മനസ്സിലാക്കും. നമ്മുടെ കുടുംബഘടനയെ കുറിച്ച് ചെറിയ വിശകലനം ആവശ്യമാണ് ഈ ഘട്ടത്തിൽ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു. അവർ ഉള്ളതെല്ലാം അമർത്തി വെച്ച് ഒതുക്കി വെച്ച് സംരക്ഷിക്കുന്ന പോവാ. എന്നിട്ടോ ഇതിന്ന് ഒന്നും കൊടുത്തില്ല. അവരെല്ലാം മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തത്. അവരുടെ കല്യാണം, അവരുടെ പഠനം, അവർക്ക് വീടുണ്ടാക്കാൻ, അവർക്ക് സംവിധാനിക്കാൻ വേണ്ടി കൊടുത്തു. ഈ സമയത്തൊന്നും ഇയാൾ ചെലവഴിച്ചില്ല. റസൂലുള്ളാഹിയുടെ ഹദീസ് ഉണ്ട് കേട്ടോ. യഖൂലു ഇബ്നു ആദം മാലി മാലി. മനുഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കും എന്റെ ധനം എന്റെ ധനം. നമ്മളങ്ങനെ എന്റെ പണം എന്റെ സ്വത്ത്, എനിക്ക് അത്ര ആസ്തി ഇത്ര ആസ്തി, മോൾക്ക് അത്ര കൊടുക്കും, മോൾക്ക് ഞാൻ ഇത്ര ഭവൻ കൊടുക്കും, ഫ്ലാറ്റ് കൊടുക്കും, കാറ് കൊടുക്കും, ആ ഭൂമി കൊടുക്കും. ഇവൻ പറയാ കൊടുക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തരെയും അവരിങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ സംവിധാനിച്ചു. അപ്പോഴൊക്കെ എന്റെ പണം എനിക്ക് അത്രയുണ്ട്, ഇത്ര മാലി മാലി, എന്റെ പണം എന്ന് പറയുന്നു. എന്റെ പണം എന്ന് പറയുമ്പോ സാഹിബേ എന്താണത്? റസൂൽ തിരിച്ചു ചോദിക്കാം, നിന്റെ ധനത്തിൽ നിനക്ക് എന്താ കിട്ടിയത്? നമ്മുടെ പണം പറയുന്നത്. നമ്മുടെ പണം എവിടെ? അത് മോൾക്ക്, ഇത് മോന്, അത് മറ്റേ മകന്, ഇത് ഇയാൾക്ക്. ഇയാളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് മയക്കുക. ഇയാൾക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. ഇവനാ അവർക്ക് കൊടുത്തു, ഇവന്റെ സൈഡ് അവർക്ക് കിട്ടി, ഇവനൊന്നും കിട്ടിയില്ല. അതാണ് പറയുന്നത്, നിന്റെ ധനത്തിൽ നിനക്ക് എന്ത് കിട്ടി? നീ തിന്നു കുടിച്ചതല്ലാതെ. ജീവിച്ചിരുന്ന കാലത്തോളം നീ നന്നായിട്ട് തിന്നു, അതേ നിനക്ക് കിട്ടിയുള്ളൂ. പിന്നെയോ നീ ധരിച്ചു, അങ്ങനെ പഴകി, വസ്ത്രമാക്കി ധരിച്ചു, അത് പഴകിപ്പോയി, ഇതേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. നീ ദാനം നൽകി, അങ്ങനെ തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വേണ്ടത് ഒരുക്കി വെച്ചു, അതേ കിട്ടുള്ളൂ. ഇതല്ലാത്തതൊക്കെ നിനക്ക് പോയി നഷ്ടപ്പെട്ടു. പിൻഗാമികൾക്ക് കിട്ടി, അവർക്ക് ഉപേക്ഷിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു, പിൻഗാമികൾക്ക് ഉപേക്ഷിച്ചു. എന്നാണ് പറഞ്ഞത്, നമ്മുടെ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ ധനത്തിൽ നിന്ന് നാം തിന്നത് നമുക്ക് കിട്ടി. അത് തിന്നത് തീർന്നു പോയി, കാര്യമായിട്ട് സംഭവിച്ചില്ല, തിന്നത് തീർന്നു പോയി. പിന്നെയോ നമ്മൾ ധരിച്ചു, വസ്ത്രം വാങ്ങി, അത് ദ്രവിച്ചു പോയി. നമ്മൾ എന്തെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ നീ അറിഞ്ഞുകൊണ്ട് നിന്റെ കയ്യിലെ ധനത്തിൽ നിന്ന് ചെലവഴിച്ചോ, സദഖ കൊടുത്തോ, അത് നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മതിയായി. അത് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തില്ല എങ്കിൽ ഇതല്ലാതെ വേറെ ഒന്നും നീ ചെയ്തില്ല
നിനക്ക് എന്താ കിട്ടിയത്? തിന്നത് കിട്ടി, കൊടുത്തതും കിട്ടി, അതിൻ്റെ ഇടയിൽ കൊടുത്തതിന് അത് കിട്ടി. ഇതാണ് വിഷയം. നമ്മുടെ ആളുകൾ ഇതറിയുന്നില്ല. അവർ നന്നായി കഴിക്കുന്നു, കഴിച്ചത് അങ്ങനെ തീർന്നുപോയി. അവർ നല്ല വീട്ടിൽ താമസിക്കുന്നു, നല്ല മത്തയിൽ കിടക്കുന്നു, നല്ല കട്ടനപ്പെട്ടിരിക്കുന്നു, നല്ല ഫ്ലോറിംഗ്, നല്ല ഫർണിച്ചർ, നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല വാഹനം. അത് ഉപയോഗിച്ച് നല്ല സായികൾക്ക് എന്താ കാര്യം? അത് ഇവിടെ ഉപയോഗിച്ച് തീർന്നതാ. അതിനുണ്ടോ വല്ല പുണ്യവും? അത് നല്ല പുണ്യവും. കഴിക്കുന്ന ഭക്ഷണം നന്നായി കഴിച്ചതിന് എന്താ പുണ്യം? പലപ്പോഴും നന്നായി ഭക്ഷണം കഴിക്കുന്നത് കുറ്റകരമായി പോകും. കുറ്റകരമായി പോയില്ലേ? പോകും. കാരണം എന്താ? ഒരു നേരത്തെ അന്നത്തിന് പ്രയാസപ്പെടുന്ന മനുഷ്യർ ഉണ്ടെന്ന് അവരുടെ ധൈര്യമുഖം TV സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും 4 ഇനം കൂട്ടിട്ട് കഴിക്കാൻ നമുക്ക് മടിയില്ല. ഈ അടുത്ത 1.5 മാസം മുമ്പ് സോമാലിയൻ അഭയാർത്ഥികളെ കുറിച്ചായിരുന്നു മറ്റൊരു വാർത്ത. നിങ്ങൾ ഓർമ്മയുണ്ടോന്നറിയില്ല. സോമാലിയൻ അഭയാർത്ഥികൾ നിവൃത്തിയില്ലാതെ നാട് വിട്ടു പോകുമ്പോ ഈ പാവങ്ങൾ കുഞ്ഞുങ്ങളെയും കയ്യിലേക്ക് കുടിവെള്ളമില്ലാതെ കാളവണ്ടിയും മറ്റും കയറി നിവൃത്തിയില്ലാതെ പോകുമ്പോ ആ സ്ത്രീകളെ, മെലിഞ്ഞുണങ്ങിയ ആ പെൺകോലങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി കശ്മീരന്മാർ വ്യഭിചരിക്കുന്ന വാർത്ത വായിച്ചു. വ്യഭിചാരത്തിൽ നിന്ന് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നടക്കുന്നവരെ കുറിച്ചും വായിച്ചു. അവരെത്തേണ്ട സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ്. കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന ഈ തൂവല് പോലെ കനമില്ലാത്ത കുഞ്ഞ് ക്രമപ്രവൃത്തമായി മരണത്തിന് കീഴടങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കെ കരയാൻ കഴിയാത്ത ഉമ്മമാരെ കുറിച്ച് വായിച്ചു. ഇപ്പോഴത്തെ കാര്യം കഴിഞ്ഞ 1.5 മാസം മുമ്പത്തെ കാര്യം. സോമാലിയയിൽ അത് TV സ്ക്രീൻ കാണുമ്പോൾ നമ്മുടെ തീൻമേശയിൽ 4 ഇനം ഇരിക്കുക. അത് 4 കൂടി ഇവൻ തിന്ന വല്ല മനസ്സാക്ഷിക്കുന്നുണ്ടോ? ആർക്കുണ്ട്? ഇല്ല. ഒരു മനസ്സാക്ഷിക്കുന്നില്ല. കുറ്റമല്ല ഈ ചെയ്യുന്നത്. ഒരു ഭാഗത്ത് സുഭിക്ഷത, മറുഭാഗത്ത് ദാരിദ്ര്യം. സമ്പന്നതയ്ക്ക് നടുവിലെ ദാരിദ്ര്യമാണ് ഇന്നത്തെ ലോകം. സമ്പന്നതയ്ക്ക് നടുവിലെ ദാരിദ്ര്യം. അത് നിങ്ങളുടെ വേദാന്തം. ഇത് കണ്ടാൽ നമ്മുടെ തീൻമേശയിൽ 1 ഇനമായി മാറും. അടുത്ത ദിവസം ഭക്ഷണമില്ല. അന്നത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു 1 ഇനമാക്കിയിട്ട് ബാക്കി 3 ഇനത്തിന്റെ പണം സോമാലിലേക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. പറ്റുമോ? പറ്റില്ല. നമ്മുടെ സക്കാത്തിൽ 1 ഇനമില്ലേ? ഇബ്നു സബീൽ. എന്താണ് ഇബ്നു സബീൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അതിനാ പറയാൻ പോണേ. ഇബ്നു സബീൽ എന്താ? ഇബ്നു സബീൽ വഴിയാത്രക്കാരൻ. അതാണ് വഴിയാത്രക്കാരൻ. ഈ വഴിയാത്രക്കാരൻ എന്ന ഇനം പുതിയ കാലഘട്ടത്തിൽ അഭയാർത്ഥികളാണെന്ന് മഹാന്മാരായ ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അഭയാർത്ഥികൾ പഴയ കാലത്ത് അറേബ്യയിലുള്ള വഴിയാത്രക്കാർ വരും. ദിവസങ്ങളെടുത്ത് യാത്ര ചെയ്യാൻ പറ്റും. ഭക്ഷണത്തിന് പ്രയാസപ്പെടും. ചിലപ്പോൾ കടുത്ത രോഗത്തിന് പിടിപെടും. അങ്ങനെ വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കുന്ന രീതിശാസ്ത്രം സാമൂഹികമായ ഒരു കടമയും ബാധ്യതയുമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രം പണം ചെലവഴിക്കും. ആ ഒരു ഉദാഹരണമാണ് മുമ്പൊരിക്കലും സൂചിപ്പിച്ചത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അദ്ദേഹം ഭരണാധികാരിയായിരിക്കെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു അഭയാർത്ഥി സംഘം കണ്ടുകെട്ടി. അങ്ങനെ അഭയാർത്ഥി സംഘം വന്നാൽ ആ അഭയാർത്ഥി സംഘത്തിന് ഭക്ഷണം കൊടുക്കലും വെള്ളം കൊടുക്കലും അവർക്ക് മരുന്ന് കൊടുക്കലും അവരെ സംരക്ഷിക്കലും ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടത് ചെലവഴിക്കാൻ സക്കാത്ത് ഇനത്തിലെ ഇബ്നു സബീലാണ് ഉപയോഗിക്കുന്നത്. ഇബ്നു സബീൽ വഴിയാത്രക്കാരൻ, അതാണ് ഇനം. അപ്പൊ ആ വഴിയാത്രക്കാരുടെ ഇനത്തിൽ പെടുത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ അഭയാർത്ഥി ക്യാമ്പിലെ ആളുകൾക്ക് റേഷൻ പ്രഖ്യാപിച്ചു. റേഷൻ പ്രഖ്യാപിച്ചു. അങ്ങനെ അവർക്ക് കാവൽ നിൽക്കാൻ പട്ടാളക്കാരെയും ഏർപ്പാടാക്കി കൊടുത്തു. പട്ടാളക്കാര് കാവൽ നിൽക്കുമ്പോൾ അതിൽ ഒരാളായി ഉമറുൽ ഫാറൂഖ് നിന്നു. കാവൽ നിൽക്കാം, ഭരണാധികാരിക്ക് പോയി കിടക്കാം. പട്ടാളത്തെ വ്യവസ്ഥാപിതമായി ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കാൻ മാർഷൽമാരും ക്യാപ്റ്റന്മാരും ഉണ്ടാവും. അതാണ് രാഷ്ട്രം. പക്ഷെ ഭരണാധികാരിയും ഈ വഴിയാത്രക്കാർ ടെന്റിൽ കാവൽ നിൽക്കാം. അങ്ങനെ കുന്തവും പിടിച്ച് വലിയ തലപ്പാവ് കെട്ടി തണുപ്പടിക്കാതെ ഉമറുൽ ഫാറൂഖ് നിൽക്കുമ്പോ ഒരു കുഞ്ഞു കരയുന്നുണ്ട് ടെന്റിനകത്ത്. ഉമർ സഹിക്കാൻ പറ്റില്ല. ഉമർ പോയി ടെന്റിന്റെ പുറത്തിട്ട് കുഞ്ഞിന്റെ ഉമ്മയുണ്ടോ ചോദ്യ. ഉമ്മ വിളി ആ കുഞ്ഞിനൊന്ന് കരയിപ്പിക്കാതിരുന്നു കൂടെ. അപ്പൊ തൽക്കാലം ഉമ്മ തട്ടി തലോടി കുഞ്ഞിനെ കരച്ച് മാറ്റി.
ഉമർ പിന്നെയും പഴയ പോസ്റ്റിൽ തന്റെ കാവൽ ജോലിയുടെ പോസ്റ്റിൽ വന്ന് നിന്നു. കുഞ്ഞ് പിന്നെയും കരയാൻ തുടങ്ങി. ഉമർ സയ്യിദ് ഉമറുൽ ഫാറൂഖ് പിന്നെയും നിന്നിട്ട് ആ കുഞ്ഞിന്റെ ഉമ്മയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ആ ഉമ്മ അകത്തുനിന്ന് പറഞ്ഞു, എന്തൊരു നാശം, ഇത് ഉമറിന്റെ പേരാണ് അറിയില്ലേ, ഇവിടെ മുലകുടി മാറ്റിയ കുട്ടികൾക്കല്ലേ റേഷൻ കിട്ടും, ഞാൻ എന്റെ കുട്ടിയുടെ മുലകുടി മാറ്റാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങളെ പണിയെടുത്തു കൂടെ എന്ന് ഈ ഉമ്മ അകത്തുന്നു. സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണം. ആ അഭയാർത്ഥികൾക്ക് റേഷൻ അനുവദിച്ചിരിക്കുന്നു രാഷ്ട്രം. ആ റേഷനിന്റെ രീതി മുലകുടി പ്രായം കഴിഞ്ഞ എല്ലാവർക്കും റേഷൻ അങ്ങനെയാണ്. അപ്പൊ ഈ ഉമ്മ കുഞ്ഞിന്റെ മുലകുടി മാറ്റാൻ ശ്രമിക്കുക. അതാണ് കുഞ്ഞ് കരയുന്നത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉമർ സഹിക്കുന്നില്ല. ഉമറാണിതെന്ന് അവർക്കറിയില്ല, ഏതൊരു കാവൽക്കാരനെ വിചാരിച്ചോളൂ. ഉമ്മ പറയുന്നത് എന്തൊരു നാശം, ഇത് ഉമറിന്റെ ഭരണമാണെന്നും ഇവിടെ മുലകുടി പ്രായം കഴിഞ്ഞവർക്ക് റേഷൻ കിട്ടൂ എന്നും നിങ്ങൾക്കറിയില്ലേ, ഞാൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് ഉമ്മ പറഞ്ഞപ്പോ ഉമർ സ്വന്തം തലയിലടിച്ചിട്ട് വേദനിച്ചു. പിറ്റേന്ന് ജിയോ ഓർഡർ, ഗവൺമെന്റ് ഓർഡർ, ജനിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷൻ. എവിടെന്നായത്? ഇബ്നു സബീൽ, വഴിയാത്രക്കാരൻ സക്കാത്ത് നൽകുന്ന. നമുക്കന്ന് ഈ 2 കൂട്ടരെ ഉണ്ടെങ്കിൽ അയക്കേണ്ടത് സോമാലിയിലേക്കാണ്, അവിടെ അയക്കേണ്ടത്. ഇവിടെ അത്ര ഭക്ഷണമൊന്നും ഇപ്പൊ ഇല്ല. ഖത്തറിൽ നിന്ന് കേൾക്കുന്ന വാർത്ത, കുവൈറ്റിൽ നിന്ന് കേൾക്കുന്ന വാർത്ത, അവിടുത്തെ ബെയ്ത്ത് സർക്കാരിന്റെ ഒരു ഇനം സോമാലിലേക്ക് അയച്ചതാണ്. നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയൊക്കെ ഇസ്ലാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ 4 നേരം ഭക്ഷണം കഴിച്ച് ഭക്ഷണം മുമ്പിലിരിക്കെ സോമാലിയൻ കുഞ്ഞുങ്ങളുടെയും ഉമ്മമാരുടെയും ദൈനമുഖം ടിവിയിൽ കണ്ടാൽ 2 ഇനം മത്സ്യവും പിന്നെ ചിക്കനും മട്ടനും ഇല്ലാതെ കഴിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്ന നമ്മളാണ് മുസ്ലിമീങ്ങൾ. നമ്മൾ ചെലവഴിച്ചു തിന്നു മുടിച്ചതല്ലാതെ നമ്മൾ തിന്നു മുടിച്ചു. നമ്മുടെ തീറ്റിപ്പണ്ടാരങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണം ചുരുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് വസ്ത്രം ചുരുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് വീട്ടിലൊക്കെ സൗകര്യങ്ങൾ ചുരുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് അത്രയും കടുത്ത ചൂടൊന്നുമില്ലാത്തൊരു സന്ദർഭത്തിൽ ഫാൻ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല? കൊല്ലം വീട്ടിന്റെ കട്ടൻ മാറ്റുന്നവർ, കൊല്ലം ലൈറ്റ് അറേഞ്ച്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നവർ, കൊല്ലം പെയിന്റ് അടിക്കുന്നവർ, കൊല്ലം പുറം പെയിന്റ് അടിക്കുന്നവർ, കൊല്ലം മതിൽ പെയിന്റ് അടിക്കുന്നവർ, കെട്ടുകളിലുണ്ടോ ഇങ്ങനെ കൂട്ടരെ ഇസ്ലാമിന്റെ പേരിൽ? നമുക്കുണ്ടോ മനുഷ്യത്വം? അപ്പൊ ഇവിടെയാണ് ചോദ്യം, നീ എന്ത് ചെലവഴിച്ചടോ? തിന്നത് നീ തിന്നു നശിപ്പിച്ചു, ഉടുത്തതും താമസിക്കാൻ സംവിധാനിച്ചതും നീ ധരിച്ചും താമസിച്ചും നശിപ്പിച്ചു. പിന്നെ അതിനുള്ള വല്ല നാണയത്തിനും സദക്കാ കൊടുത്തത് മാത്രമല്ലേ നിന്റേതായിട്ടുള്ളൂ എന്നാണ് ഈ ഹദീസ്. നിങ്ങൾ ഈ ഹദീസ് ശരിക്ക് വായിക്കണം. ഈ ഹദീസിന്റെ മർമ്മം, ഇത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാ. യഖൂലു ഇബ്നു ആദം മാലി മാലി. ആദമിന്റെ മക്കൾ, മനുഷ്യർ എന്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്റെ ധനം എന്നാ പറയുന്നത്? നിന്റേതായിട്ട് എന്താണോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നിന്റേതായിട്ട് പരലോകത്ത് നിനക്ക് കിട്ടുന്നതേ നിന്റേതായിട്ടുള്ളൂ. അങ്ങനെ എന്താ നേടിയത്? ഒന്നുമില്ല. എന്റെ ധനം എന്ന് പറഞ്ഞ് ഒരുപാട് ആസ്തിയുടെ കണക്ക് പറയുന്നവർ പരലോകത്തേക്ക് എന്തേടി എന്ന് പറയാൻ എന്ത് നേടി എന്നാണ് ചോദ്യം. അതിന് വിശദീകരണമാണ് നിന്റെ ധനത്തിൽ നിന്ന് നിനക്ക് ഇത് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ എന്ന്. നീ തിന്ന് നശിപ്പിച്ചത്, തിന്നു കുടിച്ചത്, നന്നായി 4 മുട്ടി മട്ടനും ചിക്കനും കൂടി തിന്നു മുടിച്ചത് കിട്ടി. അത് പരലോകത്ത് വല്ല ഗുണം കിട്ടിയോ? ഇല്ല. ഇഹലോകത്ത് കുറ്റാണ് ചെയ്യുന്നത്. അപ്പുറത്ത് അയൽപ്പക്കത്ത് വിശന്ന് കിടക്കുമ്പോ ഇവിടെ വയറ് നിറച്ച് ഉണ്ണുന്നവൻ മുസ്ലിമല്ല. കുറ്റമാണോ? കുറ്റമാണ്. അപ്പുറത്തെ രാജ്യത്ത് പട്ടിണി കിടക്കുമ്പോ ഇപ്പുറത്തെ രാഷ്ട്രക്കാരൻ വയറ് നിറക്കുന്ന മുസ്ലിമാണോ? അല്ല. അപ്പുറത്തെ ഭൂഖണ്ഡത്തിൽ പട്ടിണി ഉണ്ടാകുമ്പോ ഇപ്പുറത്തെ ഭൂഖണ്ഡത്തിൽ നിൽക്കുന്നവർ നന്നായി തിന്നാൽ മുസ്ലിമാണോ? അല്ല. അപ്പൊ നീ തിന്നു കുടിച്ചത് നിനക്ക് കിട്ടിയിട്ടില്ല. അത് ഇവിടത്തെ തിന്നിരുന്ന, അത് തിന്ന് വേസ്റ്റ് കളഞ്ഞത ഒരു കാര്യമില്ല. നീ കെട്ടിപ്പൊക്കി താമസിച്ചതും അങ്ങനെ തന്നെ, അതിന് പ്രത്യേകിച്ച് കാര്യമില്ല. അതൊക്കെ നീ തന്നെ തിന്നു തീർത്തത. പ്രത്യേകിച്ച് ഗുണവും പുണ്യമൊന്നും കിട്ടൂല. ചിലപ്പോൾ കുറ്റവും കിട്ടും. അങ്ങനെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പുണ്യവും കിട്ടിയില്ല അതുകൊണ്ട് കുറ്റവും കിട്ടും. നീ ധരിച്ചു, അങ്ങനെ ക്രമിച്ചു പോയി.
നീ ധരിച്ചു, അങ്ങനെ ദ്രവിച്ചു പോയി. നീ പെയിന്റ് അടിച്ചു, ക്ലാവ് പിടിച്ചു പോയി. പിന്നെയും പെയിന്റ് അടിച്ചു, പിന്നെയും ക്ലാവ് പിടിച്ചു പോയി. തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ മേൽപ്പുര മേയാൻ കഴിയാതെ ചോർന്ന് നിൽക്കുമ്പോ ഇപ്പുറത്തെ വീട്ടുകാരൻ പുറത്ത് ആളെ കയറ്റി പെയിന്റ് അടിക്കാം പെരപ്പുറത്ത്. ഇതാണല്ലോ നടക്കുന്നത്. ഈ വൈരുദ്ധ്യം ഉൾക്കൊള്ളാൻ, ഈ വൈരുദ്ധ്യത്തെ പേടിക്കാൻ മുസ്ലിമിന് പറ്റണം എന്നാ. 40 ശതകോടീശ്വരന്മാർ നമ്മുടെ പാർലമെന്റിനകത്തിരിക്കാം. നമ്മുടെ രാജ്യം അങ്ങനെ 40 ശതകോടീശ്വരന്മാർ, കോടീശ്വരന്മാരല്ല, 40 ശതകോടീശ്വരന്മാർ. ആ രാജ്യത്ത് 40% പട്ടിണി കിടക്കുക. അതാണ് ഇന്ത്യ. അതാണ് ഇന്ത്യ. ഇപ്പോഴോ വായാടികളുടെ നാട്ടിൽ അങ്ങനെ ശതകോടീശ്വരന്മാരുടെ ഇഷ്ടാനുസാരം വൃത്തികേട് കാണിക്കുമ്പോ അതിൽ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചത് ലോക്പാൽ ബിൽ. അണ്ണാസാരെ എന്തോ നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷെ സംഗതി അതാണ്. അവിടെയാണ് കടന്ന് ബദറിക്കൊണ്ടിരിക്കുന്നത്. സമ്മതിക്കൂല, സമ്മതിക്കൂല. ആര്? ശതകോടീശ്വരന്മാർ സമ്മതിക്കൂല. പാർലമെന്റ് ശതകോടീശ്വരന്മാർ സമ്മതിക്കൂല. ദാരിദ്ര്യം ഇവിടെ ധനികരുടെ ഇടയിലാണ്. ഇത് ലോകത്ത് നടന്നിരിക്കുക. അപ്പൊ ഇവരൊന്നും പരിഗണിക്കാതെ, ഈ 40% പട്ടിണിക്കാരെ പരിഗണിക്കാതെ 40 ശതകോടീശ്വരന്മാർ തീരുമാനിക്കുന്ന ഒരു ക്രമമാണെങ്കിൽ ആ ക്രമത്തിൽ ഇസ്ലാമിന് പങ്കില്ല. ഇസ്ലാം സമ്മതിക്കൂല. അതുകൊണ്ട് ചോദിക്കും, എടോ നീ എന്താണ് നേടിയത്? നീ തിന്ന് തീർത്തത് നീ തിന്ന് തീർത്തു. നീ ഉടുത്ത് ദ്രവിച്ചത് ഉടുത്ത് ദ്രവിച്ചു. നീ കടന്ന് ഞെരങ്ങിയ കട്ടിലും ബെഡും നിന്റെ ബാത്റൂമും നീ കടന്ന് ഞെരങ്ങി തീർത്തു. അതൊന്നും ഒരു ഗുണവും നിനക്ക് കിട്ടിയില്ല. അന്ന് നീ വലിയ വീട്ടിൽ താമസിച്ചാൽ സ്വർഗത്തിൽ എന്താക്കണം? അങ്ങനെയുണ്ടോ? ഇവിടെ വലിയ വീട്ടിൽ താമസിക്കുന്നവൻ സ്വർഗത്തിൽ വലിയ വീട്ടിലാകുമെന്നാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ഒരു കൈ. അങ്ങനെയുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പറഞ്ഞു? ഇവിടെ സാധാരണക്കാരന്റെ കൂടെ താമസിക്കുന്നവൻ അവിടെ എന്താവും? സ്വർഗത്തിലാവും. അതിന്റെ സംഭവം. നമ്മളൊരു വീട് വെക്കാൻ മുടക്കുന്ന പണം കൊണ്ട് അതിന് നിയന്ത്രിച്ചിട്ട് 3 or 4 പാവപ്പെട്ടവരൊരു കൂര പണിത് കൊടുത്തെങ്കിൽ അവൻ ആ കൂര പണിത് കൊടുക്കുന്ന മുഖേന സ്വർഗത്തിലൊരു വീട് പണിതിരിക്കുന്നു. ഇയുള്ളവരുടെ വിഹിതമായ അഭിപ്രായത്തിൽ ഉണ്ടാകാത്ത വിഷയം. അവിടെ നിങ്ങൾ മാണയം പറഞ്ഞ പത്രം പറയാൻ പോകണം. ഭൂമിയിൽ ഒരു പള്ളി പണിതാൽ സ്വർഗത്തിലൊരു വീടുണ്ടാവുമല്ലേ? ഹദീസ് ആണല്ലോ. ഭൂമിയിൽ ഒരു പള്ളി പണിതാൽ അവൻ സ്വർഗത്തിന് വീടുണ്ടാവുക. എനിക്ക് ഈ ഹദീസിനേക്കാൾ ഇപ്പൊ താല്പര്യം ഇങ്ങനെ പറയാനാണ്. ഭൂമിയിൽ പാവപ്പെട്ടവന് വീട് പണിത് കൊടുത്താൽ അവൻ സ്വർഗത്തിൽ അതൊരു വീട് കൊടുക്കും. കാരണം പള്ളി പണിയാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. മുക്കിന് പണിയാൻ ആൾക്കാർ ഇഷ്ടം പോലെ. നമ്മൾ വേണ്ട ആളുകൾ പണിത് കൊടുക്കും. സ്ഥലം വാങ്ങിച്ചു കൊടുത്താൽ മതി. അതവിടെ നിർത്തുമുട്ടരെ എല്ലാ പള്ളിയും സ്വീകരിച്ചാൽ മതി. ഇവിടെ വീടില്ലാതെ കിടക്കാം. പാവപ്പെട്ട ഒരു സെന്റ് ഭൂമിക്ക് അവന് സ്വപ്നം കാണാൻ പറ്റും. ഇത് പറ്റില്ല. ഒരു സെന്റ് ഭൂമി വാങ്ങാൻ അവന് കഴിയില്ല. അപ്പോൾ ഇവിടെ പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുക്കുക. സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന് പുതിയ കാലത്ത് മാറ്റി പറയാം. പള്ളി പണിയാൻ ഇഷ്ടം പോലെ കൊടുക്കാം. പള്ളിക്ക് ഇഷ്ടം പോലെ കൊടുത്തോണ്ടിരിക്കുക. അപ്പുറത്ത് പള്ളി മഹലിന്റെ അതിർത്തിക്കകത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ കാണാൻ ഈ കൊടുക്കുന്നവർക്ക് കണ്ണില്ലാതെ പോയി. ഇവരെന്തായാലും ഒന്നും നേടിയിട്ടില്ല. അപ്പൊ കൊടുക്കുന്ന സദക്കാ പോലും നേർവഴിക്കല്ല. അത് പള്ളിക്ക് കൊടുക്കൽ പുണ്യമാണെങ്കിൽ ഇന്ന് ആ പുണ്യത്തെ ചിന്തിക്കണം. ഇവിടെ അതിനേക്കാൾ വലിയ പണി നടക്കേണ്ടത് അവിടേക്കാ കൊടുക്കേണ്ടത്. അപ്പൊ ഒന്ന് കൊടുക്കുന്നത് പോലും നേരാൻ വഴിക്കല്ല. അത് കുറ്റം. എന്റെ കർഷകനെ 2 കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അപ്പോഴും കുറ്റം. 3 ഈ ചെലവഴിക്കുന്നത് ഇവൻ തിന്നു തീർക്കാനും ഇവൻ താമസം തീർക്കാനും ഇവന്റെ പേര് കേൾപ്പിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ടും ഗുണമില്ല, കുറ്റമേ ഉള്ളൂ. കാരണം ഇവനിത് ചെയ്യുമ്പോൾ അപ്പുറത്ത് അയൽപ്പക്കത്ത് പട്ടിണിയാണെങ്കിൽ ഇവൻ മുസ്ലിം അല്ല, അയൽപ്പക്കത്ത് ചോർന്നൊലിക്കുകയാണെങ്കിൽ ഇവൻ മുസ്ലിം അല്ല, അയൽപ്പക്കത്ത് ഒരു പെൺകുട്ടി ഹലാലായ ഒരു പുരുഷന്റെ കൂടെ അന്തി ഉറങ്ങാൻ കൊതിച്ചിരിക്കുമ്പോ സ്ത്രീധനമെന്ന ദുർബോധത്തെ കെട്ടഴിച്ചിട്ട നേതാക്കന്മാർ അവർ അവരുടെ മക്കൾക്ക് 200-300 പവൻ വെച്ച് കെട്ടിയിട്ട് ഈ പാവങ്ങൾക്ക് കൂടി പ്രശ്നം സൃഷ്ടിക്കുമാർ പരസ്യമായിട്ട് ദൂർത്ത് കാണിച്ച് വലിയ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്ത് വലിയ ഭക്ഷണം നടത്തി വലിയ അലങ്കാരം കാണിച്ച് വലിയ പണച്ചെലവുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവിടെ അലങ്കരിച്ച ഭൂമിയിൽ ലക്ഷങ്ങൾ മുടക്കി ഈ പെൺകുട്ടിക്ക് എടുത്തു കൊടുത്ത അടിവസ്ത്രത്തിന്റെ വില വരെ ഇത് മൈക്കിൽ പറയാൻ ആഗ്രഹമാണ്. നമ്മളെ പേടിച്ച് പറയാൻ പാടില്ല. അവനവന്റെ മോളെ ഒരുക്കിയപ്പോ അവൾക്ക് ഇട്ടുകൊടുത്ത അടിവസ്ത്രത്തിന്റെ വില വരെ മൈക്കിൽ പറയാൻ ആഗ്രഹം കൊണ്ട് നമ്മളെ പേടിച്ച് പറയാൻ പറ. അത്രയും തുക ദൂർത്തടിച്ചിട്ട് ഈ പകയൻ കല്യാണം നടത്തുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിന്റെ അകത്ത് നെടുവിശ്വാസവും തേങ്ങലും ഉയരുന്നത് കാണാൻ കണ്ണില്ലാതെ പോയവർ
പകിട്ട മുഞ്ച അൽഹാകും തകാസുർ. ഈ പകിട്ട് കാണിക്കൽ, ഈ മുഞ്ച് കാണിക്കൽ, ഈ പെരുമ കാണിക്കൽ, ഈ ദൂരത്തിന്റെ ദുർവ്യയത്തിന്റെ മുഖം കാണിച്ച് പേരെടുക്കൽ, അത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അൽഹാകും അൽഹാകും, നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു. അത്തകാസുർ, ഈ ദുർവ്യയം, ഈ ദൂർത്ത്, ഈ അന്യായം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കബറകത്തിൽ ചെന്ന് വീഴണോ, അപ്പടെ ബോധ്യപ്പെടും. കബറിൽ കൊണ്ടുപോയി അടക്കിയാൽ നിരപ്പിച്ച് തെറ്റാൻ ബോധ്യാവും. അതുവരെ ബോധ്യാവില്ല. കണ്ണ് തുറക്കുന്നില്ല നമ്മുടെ മാന്യന്മാർക്ക്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അവർക്ക്. ഇത് ദൂർത്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ദൂർത്താണെന്ന് എനിക്ക് ബോധ്യമാകും നിന്റെ അടുക്കൽ വിചാരണക്ക് മലക്ക് വരുമ്പോ. അത് കബറിൽ കൊണ്ടുപോയി വെച്ച ശേഷം അതുവരെ നീ നിഗളിച്ച് നടക്ക്. നീ ഒന്നും നേടിയിട്ടില്ല. ഈ ചെയ്തൊന്നും നിന്റെ ധനമല്ല. നിന്റെ ധനമാവുന്നത് നിന്റെ കയ്യിലുള്ള പണത്തിൽ നിന്ന് പരലോകത്തേക്ക് വേണ്ടി ചെലവഴിച്ചത് മാത്രം. അതാണ് ഈ ഹദീസ്. അതാണ് ഈ ഹദീസ്. നമ്മുടെ ധനം നമുക്ക് നമ്മുടേതായിട്ട് കിട്ടുക ഈ ജീവിച്ചിരിക്കെ കയ്യിൽ പണമുള്ളപ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നന്നായി കൊടുത്താൽ അത് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് വഹല്ലക മിൻ മാലിക, നിന്റെ ധനത്തിൽ നിനക്ക് എന്താ കിട്ടിയത്? ഇല്ലാമാ അകൽത ഫഅഫ്നൈത, നീ തിന്ന് മുടിച്ചതും, ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് ദ്രവിപ്പിച്ചതും, നീ താമസിപ്പിച്ച് ദൂർത്ത് കളക്കി കിടന്നതും, അതൊക്കെ നിനക്ക് കിട്ടിയത്. അതിന് പരലോകത്ത് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമല്ല. പരലോകത്ത് കുറ്റമാവും. ഈ സാമൂഹ്യ ക്രമത്തിൽ അത് കുറ്റമാകും. ഈ സാമൂഹ്യ ക്രമത്തിൽ പണമുള്ള ഒരുത്തൻ പണത്തിന്റെ പിത്തലാട്ടം കാണിച്ചിട്ട് വീടും കല്യാണവും വാഹനവും കൊണ്ടു നടന്നാൽ അവൻ കുറ്റവാളിയാണ്. 40 ശതകോടീശ്വരന്മാർ ഒരു രാജ്യത്തിന്റെ കേന്ദ്രത്തിൽ കയറിയിരിക്കെ ആ രാജ്യത്ത് 40% പട്ടിണിക്കുണ്ടെങ്കിൽ അവര് കുറ്റവാളികളാണെങ്കിൽ അതുപോലെ നിങ്ങൾ കുറ്റവാളികളാണ്. അവരെക്കാൾ നിങ്ങൾക്കാണ് ബോധം വെക്കേണ്ടത്. അവരെ കയ്യിൽ ഖുർആനിലെ ഉത്തരേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അവരെ കയ്യിൽ ഹദീസില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഈ ബോധമില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കുറ്റവാളികളാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പിന്നെ ഇന്ന് എന്താ നിങ്ങൾക്ക് കിട്ടിയത്? ഇതൊക്കെ നിങ്ങൾ നശിപ്പിച്ച് കളയുക. പിന്നെ ഇതിനിടയിൽ നീ എന്തെങ്കിലും സദക്ക കൊടുത്തെങ്കിൽ അത് മാത്രം ഉണ്ടാവും. അപ്പൊ തിന്നു മുടിഞ്ഞു, ഉടുത്ത് മുടിച്ചത് ഉടുത്തു മുടിഞ്ഞു, വീട് വെച്ചത് അവിടെ വെച്ചു, ഒന്നും കാര്യമില്ലാതെ കെട്ടിപ്പൊക്കി വെച്ചു. അതിനകത്ത് സംവിധാനിച്ച ലക്ഷങ്ങൾ കോടികൾ അങ്ങനെ തന്നെ നശിപ്പിച്ചു. അതിൽ നിരത്തി വിരിച്ച കോടികൾ വേറെ നശിപ്പിച്ച്, മുറ്റത്ത് വിരിച്ചത് പിന്നെയും നശിപ്പിച്ച്, മതിൽ തേച്ചത് അത് നശിപ്പിച്ചു. ഇതൊന്നും പരലോകത്ത് ഒന്നും കിട്ടൂല. ഇത്രയും കോടികൾ ഒന്നുമല്ല. ചിന്തിക്കണം നമ്മൾ. ഇത്രയും കോടികൾ ഒന്നുമേ അല്ല. പിന്നെ ഇതിനിടയിൽ നീ കൊടുത്ത സദക്ക മാത്രം കിട്ടും. അതിന്റെ അളവ് വളരെ കുറവാണ്. നമ്മുടെ നേതാക്കന്മാർ ചിന്തിക്കണം, അഥവാ വലിയവന്മാർ. ഇതിനിടയിൽ സാഹിബെ കൊടുത്ത സദക്ക എത്ര? ഇവന്റെ വീട്ടകത്തെ ഒരു കട്ടിലിന് മുടക്കിയത് എത്രയായിരുന്നു സലീം സാഹിബെ? മിനിമം 5000 ഉണ്ടാവില്ലേ? ബാത്റൂമിനോ? അത് പാട്ടും പാടി കുടിക്കാൻ പറ്റിയ സാധനമല്ലേ? അതിന് എത്ര പൈസ വരും? കർട്ടൻ എത്ര പൈസ വരും? ഈ ഫർണിച്ചർ എത്ര പൈസ വരും? ഈ ഫ്ലോറിംഗ് എത്ര പൈസ വരും? ഉപകരണം എത്ര പൈസ വരും? ഈ പൈസ കൂട്ടി നോക്കിയിട്ട് ഇതിനിടയിൽ നീ കൊടുത്ത ദാനധർമ്മങ്ങൾ എത്ര? അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരു കട്ടിൽ വിറ്റ് അതിന്റെ കൊടുത്തിട്ടാണ് വേണ്ട. ഒരു ഉപകരണത്തിന് വില കൊടുത്തിട്ടാണ്. എന്തൊരു കഷ്ടാണ്, പരിഹാസമല്ലേ നമ്മുടെ കാര്യം. അതാ അതാ പറഞ്ഞത്, റസൂൽ പറഞ്ഞത്. നീ തിന്ന് മുടിച്ചു, ഉടുത്തത് ഉടുത്തു മുടിച്ചു, സ്ഥാപിച്ചു മുടിച്ചു. അതൊന്നും നിനക്ക് പരലോകത്ത് ഒന്നും ഗുണം ചെയ്യില്ല. ചിലപ്പോൾ കുറ്റമായിട്ട് മാറും ചെയ്യും. കുറ്റമാണിപ്പോൾ ചെയ്തത് കുറ്റമാണ്. പിന്നെ നിനക്ക് ആകെ കിട്ടിയത് നിന്റെ ധനം എന്ന് പറയാവുന്നത് ഇതിനിടയിൽ നീ ദാനധർമ്മം നൽകിയതും അതിലൂടെ നീ നേടിയതും മുന്നോട്ട് പോകാൻ ശ്രമിച്ചതുമായ കാര്യം മാത്രം. അതിന്റെ കണക്കെടുക്കാൻ വളരെ കുറച്ച്. 50 ലക്ഷം മുടക്കിയ, 1 കോടി മുടക്കിയ വീട് വെച്ചവൻ അവന്റെ ഇന്നോളമുള്ള ദാനധർമ്മത്തിന്റെ കണക്കെടുക്കാൻ 5 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ അല്ലെങ്കിൽ മാക്സിമം 50 ലക്ഷമോ വന്നേക്കും. അതിനപ്പുറത്ത് വന്നിട്ടില്ല. ഈ വീട് വെച്ചത് പോട്ടെ, അതിനകത്ത് പിന്നെ ജീവിക്കുമ്പോ ചെലവഴിക്കുന്നത് അറിയില്ലേ? ഉണ്ട്. ഇവന്റെ വാഹനല്ലേ, വസ്ത്രല്ലേ, ഇവന്റെ കണ്ണട ഫ്രെയിമിന്റെ വില എത്രയിലാണ്? ആ പേനൊക്കെ സ്വർണ്ണം പൂശിയിൽ വെച്ചിരിക്കുന്നു. പല്ലിന്റെ സ്വർണ്ണം വെച്ച് കെട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതിനൊക്കെ മുടക്കിയില്ലേ? ഇതിനൊക്കെ വല്ല കുഴി കിട്ടുമോ?
വാരിക്കോരി കൊടുത്തത്. നിനക്കുള്ള കാര്യങ്ങൾ കഴിച്ച് നിന്റെ ദാനധർമ്മം കഴിച്ച് പിന്നെ എന്താ ഉള്ളത്? ആ ബാക്കി വരുന്നത് ഇനി ഇതിൽ ബാക്കി വരുന്നത് അത് നിനക്കുള്ളതിനെ പോകാനുള്ളതാ. അടുത്ത തലമുറയിൽ അത് വരും തലമുറക്ക് ഉപേക്ഷിക്കപ്പെട്ടതാ. അപ്പൊ അത് നിന്റേതുമല്ല. അപ്പൊ ഇതിനിടയിൽ ആകപ്പാടെ നമ്മുടെ ധനത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് നമുക്ക് വേണ്ടി നാം ചെലവഴിച്ചത് മാത്രം. അതുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ ചെലവഴിക്കുക. നിന്റെതെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ പരലോകത്തേക്ക് വേണ്ടി ചെലവഴിക്കും. ഇൻഫാഖ് നടത്ത്, അൻഫിഖു ചെലവഴിക്കൂ, തസദ്ദഖു സദഖ ചെയ്യൂ. അതാണ് ഇസ്ലാമിന്റെ. നമുക്കിതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊണ്ടക്കേണ്ടി വരുന്നത്. കാരണം ചെലവഴിക്കുന്നിടത്ത് നാം നിർലോഭം ചെലവഴിക്കുന്ന സ്വന്തം കാര്യത്തിനാ, സ്വന്തം പകിട്ടിന്, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, മുഞ്ചിന്, പകിട്ടിന് അമിതമായി ദൂരത്ത് കാണിച്ച് നമ്മുടെ കുട്ടികളുടെ വസ്ത്രം, വാഹനം, സൗകര്യം, പഠനം, വിദ്യാഭ്യാസം, അവർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ. 4 ആൾക്ക് 4 വാഹനം കിട്ടും. 4 ആള് കല്യാണത്തിന് പോയ 4 കാലം കൊണ്ടാവുക. ഇതിനൊക്കെ എത്രയാണ് നടക്കുന്നത്? ഒരു പിടിയില്ല. ഇവിടെ വന്ന് വണ്ടി ആവശ്യമില്ല. അവിടെ 10 ആളുകൾ 10 കാറുകൾ ഉണ്ടാവും പാളയത്ത്. അപ്പോൾ ആ കാറിന് നമ്പർ തറാവിനുള്ള കാറിന് നമ്പർ പഠിക്കേണ്ടി വരും. അപ്പൊ അതാണ് AC എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതാ. നേരെ ചുമയാൻ ഒരു വണ്ടി മതി. 10 ആള് 10 കാറ് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ ഇതിനൊക്കെ മുടക്കം തോൽക്ക് വല്ല കണക്കൊന്നുമില്ല. ഇതിനൊക്കെ നിർലോഭം മുടക്കുന്നവൻ സദഖ കൊടുക്കുന്നതിന് കൃത്യമായ കണക്കുണ്ട്. അത് ആ പരിധിക്കപ്പുറത്തേക്ക് പോകില്ല. അത്തരം ആളുകളൊന്നും നേടിയിട്ടില്ല. നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് പോലും തുലോം കുറവാണെന്ന ഇതിലൊരു സദഖ വളരെ കുറച്ച്. ആ കുറച്ച് മാത്രമേ നിനക്ക് കിട്ടിയിട്ടുള്ളൂ. അത് നല്ല ഇഖ്ലാസോടെ നിഷ്കളങ്കമായി തമ്പുരാനെ ഭയന്ന് ഉദ്ദേശശുദ്ധിയോടെ മറ്റുള്ളവരെ കാണിക്കാതെ അത് കൊടുത്തവൻ വാങ്ങിയെ ഉപദ്രവിക്കാതെ മന്നംവലാഹ കൊടുത്തത് എടുത്തു പറഞ്ഞും അത് മുഖേന മറ്റവനെ പീഡിപ്പിച്ചും അങ്ങനൊന്നും ചെയ്യാതെ നീ നല്ല തീയത്തോടു കൂടി നിഷ്കളങ്കമായിട്ട് ചെയ്താൽ മാത്രമേ ആ കൊടുത്തത് തന്നെ അവിടെ കാണുള്ളൂ. അല്ലെങ്കിൽ കാണില്ല. എന്തുമാത്രം വിശദീകരണം പറയേണ്ട കാര്യം? ആയത്ത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞാൽ ആയത്ത് മുന്നോട്ട് പോവില്ല. ഇത് ചെറിയ വിഷയമല്ല. അപ്പൊ ഇങ്ങനെ കൊടുത്തതന്നെ കുറവും. അത് തന്നെ നിഷ്കളങ്കമായി കൊടുത്തെങ്കിൽ വാക്യവൻ അത് മുഖേന നിന്നെ കാണുമ്പോൾ ഓച്ചാൽ ചെന്ന് നിൽക്കേണ്ട ഗതികേട് അവർ വരാതിരുന്നെങ്കിൽ അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്തതല്ല എങ്കിൽ അത് മുഖേന ഈ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട് നീ ഒരാളെ ആവശ്യമിക്കുന്നില്ല എങ്കിൽ മാത്രമേ ആ കൊടുത്തത് പോലും നിനക്ക് കിട്ടൂ. അപ്പൊ എന്തുമാത്രം ഗുരുതരമായ അവസ്ഥയാണുള്ളത്. എന്താ ചെലവഴിച്ചത്? ഒന്നുമില്ല. ചെലവഴിച്ചതിന്റെ കാര്യം തന്നെ നേരെ ചൊവ്വ അല്ലെങ്കിൽ അത് പ്രശ്നം. അപ്പൊ നമുക്ക് വേണ്ടി നാം ഒന്നും നേടിയിട്ടില്ല. നമ്മൾ ചെലവഴിക്കും. അപ്പോ വേണ്ടതിന് ചെലവഴിക്കാതിരിക്കുകയും വേണ്ടാത്തതിന് ചെലവഴിക്കുകയും ചെയ്യുന്ന ഈ രീതിയാണ് പിശുക്ക്. നമ്മളെ പിശുക്കല്ല. നമ്മൾ പറയാം ആൾ പിശുക്കല്ലേ. കണ്ടില്ലേ ഇപ്പോഴൊരു മോപ്പടും കൊണ്ടാണ് നടക്കുന്നത്. ഒരു സിസ്റ്റെങ്കിലും വാങ്ങണ്ട ഈ പകയം എന്നല്ലേ പറയാ. ആളുകൾ മോപ്പടിലാണ് നടക്കുന്നത്. എന്ത് വരുമാനം ഒരു സിസ്റ്റെങ്കിലും വാങ്ങണ്ടേ? 6 മാസം കാത്തിരിക്കണമെന്നതാണ് പിന്നെ വാങ്ങുന്നത്. വെളുത്ത സ്വിച്ച് കിട്ടാൻ പിന്നെ അതിന്റെ പിന്നാലെ പോകണം. ഇത്രയും വൃത്തികെട്ട കുട്ടികൾ സഞ്ചരിക്കാൻ വാഹനം ഇന്ന് കൊടുത്താൽ നാളെ കിട്ടൂലേ? ഇഷ്ടംപോലെ വണ്ടി കിട്ടില്ലേ? അപ്പൊ ഇത് മേന്മയുള്ളത് കിട്ടണം, എന്നാലേ ആ പേരെടുക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാം പകുതി കഴിഞ്ഞാലും പോകാം. അപ്പൊ ഇവനെ പിഷ്കനാക്കിയല്ല, ഇവൻ മോപ്പടിലാ സഞ്ചരിക്കുന്നത്. അവനാണ് ബുദ്ധിമാൻ. ആവശ്യത്തിന് മാത്രം ചെലവഴിക്കേണ്ട വഴിയിൽ നന്നായി ചെലവഴിക്കുകയും ചെയ്യലാണ് പിശുക്കില്ലായ്മ. നമ്മളൊക്കെ പിശുക്കന്മാരാ. ആവശ്യമുള്ള വഴിക്ക് ചെലവഴിക്കുകയില്ല, ആവശ്യമുള്ള വഴിക്ക് അധികം ചെലവഴിക്കും. നമ്മളാണ് പിശുക്കന്മാർ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് പിശുക്കന്മാർ? ആവശ്യമുള്ള വഴിയിൽ ചെലവഴിക്കാത്തവർ പിശുക്കന്മാരാണ്. തിന്നാൻ കുറെ ചെലവഴിക്കും, കിടക്കാൻ കുറെ ചെലവഴിക്കും, ഉടുക്കാൻ കുറെ ചെലവഴിക്കും, വണ്ടിക്ക് കുറെ ചെലവഴിക്കും, എണ്ണടിക്കാൻ വേണ്ടി ചെലവഴിക്കും. അവൻ പിശുക്കനല്ല. അവനാണ് പിശുക്കൻ. അവന് കൊടുക്കേണ്ട വഴി വളരെ കുറച്ചേ ഉള്ളൂ. ഒരു റമദാൻ മാസം 1 ലക്ഷം കൊണ്ട് ആളുകൾ ജയിപ്പിക്കും. റമദാൻ മാസത്തെ മൊത്തം അവന്റെ സദാശ്രദ്ധയ്ക്ക് എല്ലാം കൂടി ചേർത്താൽ 1 ലക്ഷം മാസം ഉണ്ടാവും. അവന്റെ റമദാനിൽ ഒരു മാസം വീട്ടിൽ ചെലവഴിച്ച് 2 ലക്ഷം കിട്ടും. ആടും കോഴിയും പോത്തൊക്കെ വെച്ചു ആലോചിച്ച്. ഇതാണ് ഈ സദഖാത്ത് നടക്കുന്ന കൂട്ടരുടെ അപമ്പുറം. ഇത്തിരി പരിഹാസങ്ങൾ പറയുന്നത് കൊള്ളാൻ വേണ്ടിയാണ്. നിങ്ങൾക്കല്ല അപ്പുറത്ത്
പാകപ്പാട് റമദാൻ മാസം സദക്കാന്ന് കൊടുത്ത് എത്രേ? അതെല്ലാം കൂടി 1 ലക്ഷം. ശരി, റമദാനിലെ ചെലവ് എത്രയായിരുന്നു? 2 ലക്ഷം. പിന്നെ പോയില്ലേ കഥ? എന്തെന്നായി വേണ്ടിയത്? ഒരു മാസത്തെ ചെലവ് 2 ലക്ഷം മുടക്കിയവർ 1 മാസം വർഷത്തിൽ ആകെ കൊടുക്കുന്ന സമയത്താണ് റമദാൻ മാസം. അതാണ് പ്രത്യേകത. അതിൽ കൊടുത്തത് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് എന്ത് നേടുമെന്നാണ് വിചാരിക്കുന്നതൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് അള്ളാന്റെ മാർഗം ചെലവഴിച്ചത് മാത്രം കിട്ടി, നിഷ്കളങ്കമായി നിഷ്കപടമായി കൊടുത്തിട്ട് അത് മാത്രം കിട്ടി. ബാക്കി നീ ചെയ്തതെല്ലാം നഷ്ടമാണ്. അത് പിന്നെ ഇനി വല്ലതുണ്ടെങ്കിൽ അതിന്റെ തലമുറക്കാർക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. റസൂലിനോട് ഒരാൾ ചോദിച്ചു, സഹാബത്തിൽ ഒരാൾ, റസൂലെ ഏറ്റവും പ്രതിഫലമുള്ള ദാനം ഏതാണ്? ഏറ്റവും പ്രതിഫലമുള്ള ദാനം? റസൂൽ പറഞ്ഞു, നല്ല ആരോഗ്യമുള്ളപ്പോൾ നീ ചെലവഴിക്കുകയാണ് ഏറ്റവും നല്ലതാണ്. നല്ല ആരോഗ്യമുള്ളപ്പോൾ കയ്യിലൊക്കെ ചെലവഴിക്കും. അത് സമ്പാദിക്കാനുള്ള ആരോഗ്യമുണ്ടല്ലോ. നമ്മളാൾക്കാർ നല്ല ആരോഗ്യമുള്ളപ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കും. ഇവിടെ ബാങ്കിൽ സിക്സ് ബാങ്കിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ദുബൈ കൊണ്ടുവരുമ്പോൾ അതിൽ എ പാർട്ടിക്കാരൻ ബി പാർട്ടിക്കാരോട് കൂടിയിട്ടാൻ പാടില്ല. കാരണം ആര് വിളിച്ചാലും തള്ളി വിളിച്ചതാകാൻ പാടില്ല. എ പാർട്ടിക്കാരൻ ബി പാർട്ടിക്കാരുമായി ചേർന്ന ദുബൈയിൽ മുടക്കിയിരിക്കുന്നത് കേട്ടോ. പാർട്ടിക്കാരൻ പേര് പറയുന്നത് ഈ ലോകായുക്തം ഈ തുടങ്ങിയ അനാസാര പ്രശ്നമെല്ലാം റെഡിയായി വന്നാൽ പുറം ലോകത്ത് നമ്മുടെ ആളുകൾ നിക്ഷേപിച്ച കള്ളപ്പണത്തിന്റെ ലിസ്റ്റ് വരികയാണെങ്കിൽ സമുദായത്തിന് നേതാക്കന്മാരെ പേരുണ്ടാവും. എഴുതി വെച്ചോ നിങ്ങൾ. ജീവനോടെ ഞാൻ നിങ്ങളുടെ ഈ പേരൊക്കെ പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരുടെ പേരുണ്ടാവും. അങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ. അപ്പൊ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളപ്പോ കയ്യിൽ വരുമ്പോ അപ്പൊ ചെലവഴിക്കൽ അപ്പൊ എല്ലാം കരുതി വെക്കുക. റസൂൽ പറഞ്ഞത് നീ ദാനധർമ്മം ചെയ്യുക, നീ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലാകുമ്പോൾ. ദാരിദ്ര്യം ഭയന്ന് സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് കൊടുക്കലാണ് സദഖ. നല്ല ആരോഗ്യമുണ്ട്, ദാരിദ്ര്യം ഭയന്ന് നന്നായി സമ്പത്ത് സൂക്ഷിച്ചു വെക്കുന്ന അവസ്ഥയിലാണ് നീ ഉള്ളതെങ്കിൽ അപ്പം കൊടുക്കലാണ് സദഖ. മനസ്സിലായില്ല? നല്ല ആരോഗ്യമുള്ളപ്പോൾ സമ്പാദിച്ചു ദാരിദ്ര്യം വരുമെന്ന് ഭയന്ന് സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൊടുക്കലാണ് സദഖ. നല്ല സദഖ അപ്പം കൊടുക്കലാണ്. കഴിഞ്ഞില്ല. ഏതെങ്കിലും മാർഗത്തിൽ പണം മുടക്കി സമൃദ്ധി കാക്ഷിക്കുന്ന സമയത്ത് കൊടുക്കലാണ് നല്ല സദഖ. നിങ്ങൾ വിശദീകരണം കേൾക്കുന്നുണ്ടോ? ഏതാണ് നല്ല സദഖ? ഒന്ന്, നല്ല ആരോഗ്യമുള്ളപ്പോൾ കൊടുക്കുക. 2, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സമ്പത്ത് സൂക്ഷിക്കുന്ന ശീലമുള്ളപ്പോൾ കൊടുക്കുക. 3, ഏതെങ്കിലും ഏർപ്പാടിൽ അത് വരുമാനം കിട്ടുന്ന പ്രൊജക്ട് ബിസിനസ് എന്തോ ആവട്ടെ അത് മുടക്കിയിട്ട് സമൃദ്ധി കാക്ഷിക്കുന്ന സമയത്ത് കൊടുക്കലാണ് നല്ല സദഖ. ജീവൻ തൊണ്ടക്കുഴി എത്തും വരെ നീ വെച്ച് താമസിപ്പിക്കരുത്. ജീവൻ തൊണ്ടക്കുഴി എത്തും വരെ വെച്ച് താമസം പിന്നെ കൊടുക്കുന്ന സദഖയ്ക്ക് വലിയ കാര്യം വേണോ? നന്നായി അധ്വാനിക്കുന്ന സമയത്ത് കിട്ടുന്നത് കൊടുക്കും. ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ച് സ്വത്ത് സ്വരുക്കൂട്ടി വെക്കുന്ന സമയത്ത് നന്നായിട്ട് സദഖ ചെയ്യും. നല്ല ലാഭകരമായ ബിസിനസ്സിൽ മുടക്കിയിട്ട് വരുമാനം വരുമ്പോൾ കൈയാഞ്ഞു കൊടുക്കും. ഈ സമയങ്ങളിൽ കൊടുക്കുന്ന നല്ല സദഖ. അപ്പോഴൊന്നും കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ച് ജീവൻ തൊണ്ടക്കുഴി എത്തുമ്പോ ഇന്നവന് കൊടുക്കുക ഇന്നവന് കൊടുക്കുന്നത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം മക്കള് കൊടുക്കൂല, പഹനന് തീരാൻ വേണ്ടി കാത്തിരിക്കൂലേ. ബാപ്പാക്ക് അത്തുമുത്തുവാണ് പറയും മകൻ. ഇമാമൊക്കെ ചെന്ന് രോഗിയായ ആളാണ് ബാപ്പ കൈ പിടിച്ചിട്ടും ഇമാം അന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഇതിത്ര കൊടുക്കണം മറ്റിത്ര കൊടുക്കണം ഞാൻ അപ്പോഴും പറഞ്ഞു ഇവിടെ പറഞ്ഞറിയുമ്പോ മകൻ പറയും ബാപ്പാക്ക് അത്തുമുത്താം ചെന്നി പിടിച്ചില്ല. അതിന് മകൻ എന്താ ഈ പറഞ്ഞ കൊടുക്കാൻ മക്കള് തയ്യാറല്ല. ആഗ്രഹിച്ചാൽ പോലും ബാപ്പക്ക് ഒപ്പിടാൻ പറ്റില്ല. ഇനി ഒപ്പിട്ടാൽ തന്നെ ബാപ്പ ഉറങ്ങിയപ്പോ കൈ പിടിച്ച് മക്കളുടെ ഒപ്പിട്ട് രേഖ വേറെ വെച്ചിട്ടുണ്ടാവും. മരിച്ചുപോയ കബർ മാതിന്റെ വലത് കൈ വെട്ടിക്കൊണ്ടെന്ന് ഒപ്പിടിക്കും. ഇപ്പത്തെ മക്കൾ അങ്ങനെ അതുവരെ വെച്ച് താമസിപ്പിച്ചിട്ട് സദഖയാവുകയായി പറയുന്നത്. അതുകൊണ്ട് നേരെ ചുമ്മ കയ്യിൽ പണമുള്ളപ്പോ കരുത്തോടെ നിൽക്കുമ്പോ കണ്ടമാനം ചെലവഴിക്കും. എങ്കിൽ നിനക്ക് കിട്ടുന്ന എന്തൊരു നല്ല ഹദീസാണ്.
എത്ര വിശദീകരിക്കണം? എങ്ങനെ ആയതിലേക്ക് പോകാൻ പറ്റും? എനിക്ക് പറ്റുന്നില്ല. കാലഘട്ടവുമായി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ വല്ലാതെ പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് സമയം അധികം പോകുന്നത്. അപ്പൊ ഈ അവസ്ഥയിൽ നല്ല സമയത്ത് കയ്യിൽ പണം വരുമ്പോ, ആരോഗ്യമുള്ളപ്പോ, സമ്പാദിച്ച് നേടാൻ കഴിയുമ്പോ, സമൃദ്ധിയായി വരുമാനങ്ങളുടെ മാർഗത്തിൽ മുടക്കിയിരിക്കുമ്പോ, ദാരിദ്ര്യമായി സമ്പത്ത് സൂക്ഷിക്കുന്ന രീതിയും ചെയ്യുന്നപ്പോ കണ്ടമാനം കൊടുക്കും. അപ്പോൾ നിനക്ക് കിട്ടും. അത് മാത്രമേ കിട്ടൂ. അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ കൊടുത്തെങ്കിലേ കിട്ടൂ എന്ന് അറിഞ്ഞിട്ടും മാലക്കും അല്ലാത്തും അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുന്നില്ല അല്ലേ? നിങ്ങളിപ്പോഴും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കുത്തിരിക്കല്ലേ? ഇപ്പോഴും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് നന്നായിട്ട് കൊടുക്കും. നിങ്ങൾക്ക് നാം നൽകുന്നതിന് ചെലവഴിക്കുക. മരണം നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതിന് മുമ്പ് അപ്പൊ അവൻ പറയും, പടച്ചവനെ എനിക്ക് ഇത്തിരി കൂടി അവതരണമെങ്കിൽ ഞാൻ കൊടുത്തോളാം, സദഖ കൊടുത്തോളാം. അങ്ങനെ ധനം നന്നായി അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സജ്ജനങ്ങളിൽ ഞാനും വിട്ടുകൊള്ളാമെന്ന് ഉൽക്കൂമിൽ മരണം തൊണ്ടത്ത് എത്തുമ്പോഴും പറയും. പക്ഷേ അവധി എത്തിയാൽ പിന്നെ സാവകാശമില്ല. ഇത് നമ്മൾ വെള്ളിയാഴ്ച കേൾക്കുന്ന ആയത്താ. ഊതി ആവർത്തനം വരണ്ട. ഇത്രയും കൃത്യമായ വർത്തമാനം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് എന്റെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ ചെലവഴിക്കലിന്റെ പ്രാധാന്യത്തെ ഊതി പറഞ്ഞ ശേഷം ഈ ചെലവഴിക്കുന്ന ആളുകളെ രണ്ട് കാറ്റഗറിയായിട്ട് തിരിക്കാം. ചെലവഴിക്കുന്ന പ്രാധാന്യം പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും വീട് വെക്കാനും വാഹനാക്കാനും പോഷ കാണിക്കാനും ചെലവഴിക്കുന്ന കാര്യത്തില്ല. അത് നിങ്ങൾക്കൊന്നും നേടിത്തരില്ല. നിങ്ങൾ കുറ്റവാളികളായി മാറിയിട്ടുണ്ടാവും. അതിനിടയിൽ അപ്പോഴും 100-200 കൊടുത്തിട്ട് പേരെടുത്തിട്ട് കാര്യമില്ല. അതവിടെ കാര്യമായ സംഗതി ഒന്നും ആവില്ല. മറിച്ച് കാര്യമായ സംഗതിയാണെങ്കിൽ കയ്യിൽ വരുമ്പോൾ നന്നായിട്ട് കൊടുത്തോളാം. സമ്പാദിക്കാൻ പറ്റുമ്പോൾ കൈവഴി മറന്നു കൊടുക്കണം. വരുമാനമുള്ള മാർഗത്തിൽ മുടക്കി വരുമാനം വരുന്ന ഉറപ്പാണെങ്കിൽ വരുന്ന വഴിക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇനി പറയാൻ പോവുക. ഇങ്ങനെ ചെലവഴിക്കുന്ന നല്ലവരുണ്ട്. ചെലവഴിക്കുന്ന നല്ലവർ അവർ തന്നെ എ ഗ്രേഡുള്ളവരും ബി ഗ്രേഡുകാരുമുണ്ട്. അതാണ് അടുത്ത വിഷയം. ചെലവഴിക്കുന്നത് 2 ഗ്രേഡുണ്ട്. ഇത് മദീനയിലെ മനുഷ്യരെ പഠിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ആയത്തോടെ അർത്ഥം പറയുന്ന സന്ദർഭം മനസ്സിലാക്കും. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതല. ലാ യസ്തവി മിൻകും, നിങ്ങളിൽപ്പെട്ടവർ സമന്മാരല്ല. ആരാണ് ആളുകൾ? മൻ, ഒരു കൂട്ടർ, അൻഫഖ, പണം ചെലവഴിച്ചു, മിൻ ഖബലിൽ ഫത്ഹി, ഫത്ഹിന് മുമ്പ്, വിജയത്തിന് മുമ്പ്, വഖാതല, വിജയത്തിന് മുമ്പ് അവർ യുദ്ധവും ചെയ്തു. അപ്പോ മുസ്ലിം സമുദായത്തിൽ ഈ മദീനയിലെ ആളുകളിൽ ഒരു വിഭാഗം വിജയത്തിന് മുമ്പ് ഇസ്ലാമിന് വേണ്ടി നന്നായി പണം ചെലവഴിച്ചവർ യുദ്ധം ചെയ്തവരുമാണ്. അന്ന് വിജയം സംഭവിച്ചില്ല, വിജയ പ്രതീക്ഷയുമില്ല. അവർ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്. ആ ഘട്ടത്തിൽ അവർ നന്നായി പണവും ചെലവഴിച്ചു, നന്നായി യുദ്ധവും ചെയ്തു. അവര് ഒരു കൂട്ടർ. വേറെ ഒരു കൂട്ടർ ഈ വിജയത്തിന് മുമ്പ് പണം ചെലവഴിച്ചവരും വിജയത്തിന് മുമ്പ് യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി പടപതി രംഗത്തിറങ്ങിയ ഇസ്ലാമിനെ വിജയിപ്പിച്ചവരും അവര് ഉലായിക അഅ്ളമു ദറജ, അവർക്ക് ഉയർന്ന പദവിയുണ്ട്, അവർക്ക് എ ഗ്രേഡുണ്ട്. മിനല്ലദീന, ഈ കൂട്ടരേക്കാൾ ഇനിയൊരു കൂട്ടർ, രണ്ടാമത്തെ കൂട്ടരുണ്ട്. അവരെന്താ? അൻഫഖൂ, അവർ ചെലവഴിച്ചിട്ടുണ്ട് പണം. അത് മിൻ ബഅദ്, വിജയത്തിന് ശേഷമാണ്, ഫത്ഹിന് ശേഷമാണ്. യുദ്ധവും നടത്തിയിട്ടുണ്ട്, അതും ഫത്ഹിന് ശേഷമാണ്. അപ്പോ വിജയത്തിന് മുമ്പ് പണം ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ഇസ്ലാമിന് വേണ്ടി പോരാടുകയും കയ്യിലുള്ളതെല്ലാം ചെലവഴിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച കൂട്ടർ അഅ്ളമു ദറജ, അവർക്ക് ഉയർന്ന പദവിയുണ്ട്. എന്നാൽ വിജയത്തിന് ശേഷം ഇസ്ലാമിന് പേരുണ്ടായി, പെരുമയുണ്ടായി, ഇസ്ലാം എസ്റ്റാബ്ലിഷ്ഡായി, രാഷ്ട്രമായി, ഭീഷണിയില്ലാത്ത അവസ്ഥ സ്വസ്ഥമായി. ആ ഒരവസ്ഥയിൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചവരോട് യുദ്ധം ചെയ്തവരുണ്ട്, അവർക്ക് ഭീകരമാണ്. പല വ്യത്യാസമുണ്ട്.
എല്ലാവർക്കും ആ സുഹൃത്തം പുണ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൂലിയുണ്ട്, പക്ഷേ ഗ്രേഡ് വ്യത്യാസമുണ്ട്. അങ്ങനെ സംഗതി. കുട്ടികൾ മത്സരം പങ്കെടുത്താൽ ഫസ്റ്റ് എ ഗ്രേഡ്, എ ഗ്രേഡ്, ഫസ്റ്റ് ബി ഗ്രേഡ്, ബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ വരിക. അപ്പൊ ആൾക്ക് ഫസ്റ്റ് ഉണ്ട്, എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ ആൾ ഉഷാറാവും. ഒരാൾക്ക് ഫസ്റ്റില്ല, എ ഗ്രേഡേ ഉള്ളൂ. സംഗതി എ ഗ്രേഡിന്റെ പേരിൽ എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കിട്ടും. പക്ഷെ അത് ഫസ്റ്റ് ഉള്ളവൻ ഇത് ഫസ്റ്റ് ഇല്ലാത്തവൻ. വ്യത്യാസം മനസ്സിലായോ? ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഫസ്റ്റും എ ഗ്രേഡും വന്നാൽ ബമ്പൻ. അങ്ങനെ കുറെ ആൾക്കാർ. വേറൊരാൾക്ക് എ ഗ്രേഡ് ഉണ്ട്, പക്ഷെ ഫസ്റ്റ് ഇല്ല. അപ്പൊ എ ഗ്രേഡ് കാരണം ഫസ്റ്റ് എ ഗ്രേഡിന് ഗ്രേസ് മാർക്ക് കിട്ടും. പക്ഷെ ഫസ്റ്റ് എ ഗ്രേഡ് വലിയ ദർജയുണ്ട്, വെറും എ ഗ്രേഡ് ദർജയില്ല. മനസ്സിലായോ? ഇതൊരു വ്യത്യാസം കൽപ്പിക്കണം. എല്ലാവർക്കും എല്ലാവർക്കും നല്ല കൂലി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യാസം കൂട്ടരെ. എന്തേ? ഫത്തഹിന് മുമ്പ് പണം ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരും അവരാണ് നല്ല അംഗീകരിക്കപ്പെട്ടവർ. കാരണം അവർ പ്രതീക്ഷയുമില്ലാത്ത സമയത്താണ് പഠിച്ചത്. ഫത്തഹ് എന്ന് പറഞ്ഞാൽ വിജയമാണ്. ഏത് വിജയമാണ് ഉദ്ദേശം? രണ്ടഭിപ്രായം. ഒരു കൂട്ടം മഹാഭൂരിപക്ഷം മുഫസ്സിരിങ്ങൾ പറയുന്നു ഫത്തഹ് വിജയം ഉദ്ദേശിച്ചത് മക്ക വിജയമാണ്, മക്ക ഫത്തഹാണ്. അപ്പൊ അർത്ഥം പറയാം, നിങ്ങളുടെ കൂട്ടത്തിൽ മക്ക ഫത്തഹിന് മുമ്പ് മക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ ശേഷം മദീനയിൽ വന്നിട്ട് ബദർ ഉഹുദ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ശേഷം ഹിജ്റ 8-ാമത് വർഷത്തിലാണ് മക്ക ഫത്തഹ്. ഹിജ്റ 8-ാം വർഷത്തിൽ അഥവാ നുബുവത്തിന്റെ 21-ാം വർഷത്തിലാണ് മക്ക ഫത്തഹ് നടക്കുന്നത്. അപ്പൊ മക്ക ഫത്തഹിന് മുമ്പ് മക്കയിൽ ഇസ്ലാമുമായി റസൂലുള്ളാഹി വന്ന നാൾ മുതൽ ആരാണ് ചെലവഴിച്ചത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അബൂ താലിബ്. ഇവരുടെ പണവും പേരും പെരുമയൊക്കെ ആർക്ക് കിട്ടി? റസൂലിന് കിട്ടി. അവരാണ് ഇസ്ലാമിന്റെ ആദ്യ സോഴ്സുകൾ. ഖദീജ സ്വന്തം മുഴുക്ക ഇസ്ലാമിന് വേണ്ടിയ നല്ല പണമുള്ള പെണ്ണുങ്ങൾ, ഭാര്യമാരായിരുന്നെങ്കിൽ ഭർത്താക്കന്മാര് അവിടെ പണം ഉപയോഗിച്ച് ഇസ്ലാമിന് പണിയെടുക്കാൻ. നമ്മള് പണമുള്ള പെണ്ണുങ്ങളത്തിൽ പോവുക എന്തിനാ? കാലാകാലം ജീവിക്കാൻ. അങ്ങനെ പാപ്പന്മാര് മക്കൾക്ക് കുറെ കൊടുത്തിരിക്കുക. കുട്ടികൾക്ക് 150-300 പവൻ. എന്തിനാ? അത് സക്കാത്ത് കൊടുക്കാതെ കെട്ടിമുട്ടി വെക്കാൻ. നാളെ ഇവിടെ അതുകൊണ്ട് ചൂട് വെക്കാൻ. സക്കാത്ത് കൊടുക്കില്ല. ഇതൊക്കെ ലോക്കലിരിക്കുക. എന്നിട്ട് അത് ഒഴിച്ച് അവിടെ നെറ്റിയിലും പാശങ്ങളും പുറത്തൊക്കെ മോളെ നെറ്റിയിലും പാശങ്ങളും പുറത്തൊക്കെ ഈ സ്വർണം ഉരുക്കി പൊള്ളിച്ചിട്ട് നരകത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യുമ്പോ ബാപ്പ കണ്ണതും നീ ലോകത്തിൽ വെച്ചതും ശരിക്കും ആസ്വദിച്ചോ എന്ന് പറയാൻ മോൾക്ക് അവസരം കൊടുത്ത ബാപ്പമാരാണ് നമ്മുടെ ബാപ്പമാർ. ഇത്തിരി ബുദ്ധിയുണ്ടെങ്കിൽ ബാപ്പ പറയണ മോളെ സക്കാത്ത് കൃത്യമായി കൊടുത്തോണം, ഞാൻ ഉത്തരവാദിയാവില്ല എന്നെങ്കിലും പറയുന്ന ഈമാനില്ല. അപ്പൊ ഇങ്ങനെ കെട്ടി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ആ സ്വത്ത് കയ്യിലുള്ള മോള് അവളെ പരലോകം പോയിച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യില്ല. കാരണം അവളെന്താ മനസ്സിലാക്കി? അവൾക്ക് ബാപ്പ ഇങ്ങനെ കെട്ടി തങ്കരപ്പെടുന്നത് പോലെ അവളും അവളുടെ മക്കൾക്ക് കൊടുക്കണല്ലോ. എന്നാ പറ്റില്ല. എന്ത് തെറ്റായ മെസ്സേജായി കൊടുക്കുന്നത്? തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നത്. ബാപ്പ മോൾ ബാപ്പുള്ളതാ കൊടുക്കുന്നത് ശരിയാ, ന്യായമല്ല. ഞാൻ എനിക്കുള്ളതല്ലേ കൊടുക്കുന്നത് ശരിയാ. നീ കാണിച്ചു കൊടുക്കണ്ടേ? നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ കയ്യിൽ വരുന്ന വരുമാനത്തിന് നല്ല 1% ഇസ്ലാമിന് ചെലവഴിച്ചിട്ട് അത് മക്കൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് കൊടുക്കണ്ടേ? കെട്ടിക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് കൊടുക്കുമ്പോ മക്കൾ സക്കാത്ത് പോലും കൊടുക്കാതെ അവരുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ കെട്ടിക്കൂട്ടി വെക്കുന്ന രീതിക്ക് കാരണക്കാരൻ ബാപ്പയാണെന്ന് നീ ആണെങ്കിൽ ഇവർ ചെയ്യുന്ന ഈ കുറ്റത്തിന്റെ പാപഭാരം നീയും വഹിക്കേണ്ടി വരുമോ? എന്തേ ബാപ്പമാർ നമ്മൾ പറയാത്തത്? പറയണം. രക്ഷപ്പെടില്ല ഈ ബാപ്പ. തെറ്റായ മെസ്സേജ് മക്കൾക്ക് കൊടുത്തത്. അവരുടെ പാരമ്പര്യത്തിന് ഫ്ലാറ്റും വാഹനവും ലക്ഷക്കണക്കിന് തുക വരുന്ന സ്വർണവും ഒക്കെ കിട്ടിയത് കൊണ്ട് പോക്കറ്റ് മണി 1 ലക്ഷം വേറെയും എന്നെ കെട്ടിയ ബാപ്പ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മോളെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ വേണം എന്നും പറഞ്ഞിട്ട് അതിനു വേണ്ടി ഈ ചങ്ങാതിയെ ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കുന്ന ഭാര്യ
സമ്പാദിക്കാൻ തെറ്റായ മെസ്സേജാണ്. ഒരു ഉദാഹരണം പറയട്ടെ, എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ ഈ മരുമാൻ കയറി വരുമ്പോ എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ ചെയ്ത വഴി എന്താ? സ്വർണം അണിയിക്കണം. ഈ പറയുന്ന സ്വർണ്ണം ഹറാമല്ലേ? അത് ആണായി പറഞ്ഞ ഈ സാധനത്തിൽ പെണ്ണ ആണാ? ആണാണെങ്കിൽ ഇവൻ പുരുഷനാണെന്നല്ലേ പറയാം. എങ്കിലും സ്വർണ്ണം ഹറാമാ. അവന് ഇട്ട് കൊടുക്കുന്നത് മോതിര, സ്വർണം അല്ലെങ്കിൽ മാല, ചെയിൻ. ആര് നല്ല നിസ്കാരത്തടങ്ങുള്ള വാപ്പയും ഹജ്ജും പിടിച്ചത് ഈ സാധനങ്ങൾ ഹറാം അണിയിച്ചിട്ട് അവൻ സ്വീകരിച്ചവരെ നിങ്ങൾക്ക് അവർക്ക് ഹറാം മാത്രമേ കിട്ടൂ. അവരിൽ ധനമോഹം വളർത്തിയവരാ നിങ്ങൾ. ഈ ബാപ്പി ഉമ്മി ഈ മരുമകൻ ധനമോഹം വളർത്തിയത്. സ്വർണത്തോടുള്ള പ്രിയം ധനമോഹത്തിന്റെ അടയാളം. കല്യാണം കഴിഞ്ഞ് പകൽ വീട്ടിലേക്ക് വരുമ്പോ ക്യൂ നിൽക്കുകയാണ് കുടുംബക്കാർ സ്വർണം അണിയിക്കാൻ. ഈ പകൽ സ്വർണം ഹറാമാണ്, ഇതിവർക്കറിയാം. എന്നിട്ട് ഇവർ അണിയിക്കുക. ഇവരെ സ്വർണം അണിയിച്ചാൽ ഇവരിൽ ധനമോഹത്തിന്റെ സർപ്പത്തെ പത്തി വിടർത്തി ആണാൻ പഠിപ്പിച്ചു. ആര്? ഈ പെണ്ണുവീട്ടുകാർ. നാളെ ഇവൻ ധനമോഹത്താൽ ഈ മകൾ നന്നായി പീഡിപ്പിക്കുമ്പോ ഈ ബാപ്പി നെഞ്ചത്ത് കൈവക്കും. ഞാൻ ഒരുപാട് കൊടുത്തിട്ടും അവനിപ്പോൾ സ്വത്തിന് വേണ്ടിന്റെ മോളെ ഞെരുക്കിക്കൊണ്ട് എന്നെ ഇരിക്കണം, നിന്റെ മോളെ അവൻ ഞെരുക്കണം. കാരണം നീ അവരിൽ ധനമോഹമാവുന്ന സർപ്പത്തെ ഊട്ടി വളർത്തിയവനാണ്. അതുകൊണ്ട് നീ സ്വർണം കൊടുത്ത് അണിയിച്ചിട്ട് അവനെ നശിപ്പിച്ചത് കൊണ്ട് അവൻ അതിന്റെ ദുരന്തന്റെ മോളെ നെഞ്ചത്തിൽ ചവിട്ടി നിന്ന് തീർക്കണം. നീ വെള്ളം കുടിക്കണോ? നീ ഉപ്പ് തിന്നവനാ എന്ന് ഞാൻ വാശിയോടെ പറയും. ഞാൻ അവരുടെ വാശിയോടെ പറയും, നീ ഉപ്പ് തിന്ന് വെള്ളം കുടിച്ചേ പറ്റൂ. നീയാണ് ഈ പുരുഷനെ സ്വർണം അണിയിച്ചത്. അവൻ സ്വർണം ഹറാമായിരുന്നു. അവന്റെ 5 വിരലിലും 10 വിരൽ സ്വർണം മുതൽ അണിയിച്ചപ്പോ നീ അവനെ ധനമോഹത്തിന്റെ കൺകണ്ട കോലമാക്കി മാറ്റി. അവന്റെ മനസ്സിൽ ധനത്തോടുള്ള ആർത്തി വളർത്തിയിട്ട് നിന്റെ മോളടുത്തേക്ക് വിട്ടു. അവന്റെ മോളുടെ മനസ്സല്ല പ്രധാനം, മോളുടെ സ്വത്താണ് പ്രധാനം. അതുകൊണ്ട് അവൻ മോളെ പണത്തിന് വേണ്ടി പീഡിപ്പിച്ചു. അതിന്റെ ദുരന്തം നീ അനുഭവിക്കണം. നീയാണ് പ്രശ്നക്കാരൻ, അനുഭവിച്ചേ പറ്റൂ. പ്രശ്നം. പക്ഷെ ഇവിടെ ഖദീജ, നമ്മുടെ ഉമ്മ ബിന്തു കോടീശ്വരിയാണവർ. അവിടെ സ്വത്തൊക്കെ മുഹമ്മദ് നബിക്ക് പ്രവർത്തനമാർഗത്തിലേക്ക് വരുമാനം. അങ്ങനെ ഒരു മകളുണ്ടാകുന്നു, അങ്ങനെ ഒരു ഭാര്യ ഉണ്ടാകുന്നു. അവരുടെ വരുമാനത്തിൽ ഭർത്താവ് ഇസ്ലാമിക പ്രവർത്തനമാണ്. ഒരു കുടുംബം തെളിയില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇസ്ലാം അങ്ങനെ ഭർത്താവിന് പുറത്തിറങ്ങി പണിയെടുക്കാം, ഭാര്യയുടെ സ്വത്ത് അതിന് കൂട്ടായിരിക്കണം. ഭർത്താവ് ഇസ്ലാമിന്റെ മാർഗത്തിൽ പണിയെടുക്കട്ടെ, ഭാര്യ കുടുംബം പോറ്റണം. അങ്ങനെ ചെയ്യേണ്ടത്. ഭാര്യമാർ സമ്പാദിക്കണം വെച്ചിട്ട് ജോലിക്ക് പറഞ്ഞയക്കുന്ന കൂട്ടി ശ്രദ്ധിക്കണം. ഭാര്യ സമ്പാദിക്കട്ടെ, ഭാര്യ കുടുംബം പോറ്റി ഭർത്താവ് ഇസ്ലാമിക പുറത്ത് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സുന്ദരമായ സ്വപ്നം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റണം. ഭാര്യയുടെ കയ്യിലെ കോടിക്കണക്കിന് ആസ്തിയുടെ ബലത്തിൽ ഒരു വരുമാന മാർഗത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുകയും ബാക്കി മുഴു സമയം ഇസ്ലാമിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന ഭർത്താവായി മാറാൻ നിങ്ങൾ എത്ര പേർക്ക് പറ്റി? അതാണ് റസൂലുള്ളാഹിക്ക് പറ്റിയത്. ഖദീജ ബി മുഖേന ഖദീജയുടെ കോടിക്കണക്കിന് സ്വത്ത് ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചതാണ്. ചരിത്രം പറയുമ്പോ ഖദീജയുടെ പേര് കേൾക്കുമ്പോ വലിയ കോലത്തിൽ പറയാൻ ബഹളം വെച്ച് മത്സരിക്കുന്ന കൂട്ടര് മനസ്സിലാക്കണം, ഇതൊക്കെ വല്ലാത്ത മുത്ത. ഈ മുത്തിന്റെ ആ പകിട്ടും മഞ്ചും മനസ്സിലാക്കാൻ പറ്റിയാൽ ഇസ്ലാമിനോട് കൂടുണ്ടാവും. ഞാൻ പറഞ്ഞു പോയത് എന്താണെന്ന് വെച്ചാല് ആ കാലം മുതൽ ഖദീജ ചെലവഴിച്ചു തുടങ്ങി. രഹസ്യ പ്രബോധന കാലം മുതൽ പിന്നെ പരസ്യ പ്രബോധനത്തിൽ ഇസ്ലാമിലേക്ക് ഉമറുൽ ഫാറൂഖ്, അബൂബക്കർ സിദ്ദീഖ്, അബ്ദുറഹ്മാൻ ഔഫ്, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അവരും മക്കയുടെ സ്വത്തുക്കൾ കണ്ടമാനം ചെലവഴിച്ചു ഇസ്ലാമിന് വേണ്ടി. നല്ല വരുമാനമുള്ള പരമാവധി ചെലവഴിക്കലാവർ. മക്കമ്പത്തിന് മുമ്പ് ചെലവഴിച്ചതാണ്. മക്കമ്പത്തിന് മുമ്പ് വല്ലാതെ ചെലവഴിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ എല്ലാം കളഞ്ഞിട്ടാവുന്നത്. അതും വല്ലാതെ ചെലവഴിക്കല. ധനം കെട്ടിപ്പിടിച്ച് മക്കയിൽ കുത്തിയിരുന്നില്ല. ധനം കെട്ടിപ്പിടിച്ച് മക്കയിൽ കുത്തിയിരുന്നില്ല. അതോടെ ഇട്ടിട്ട് പോകുന്നത്. അബ്ദുറഹ്മാൻ വലിയ ഉദാഹരണം. അബ്ദുറഹ്മാൻ മക്കയിൽ നിന്ന് അതിലേക്ക് ഹിജ്റ പോവുക. ശത്രുക്കൾ പറഞ്ഞു. അവര് പറഞ്ഞു, അബ്ദുറഹ്മാൻ
ഇപ്പൊ നീ കൊണ്ടുപോകുന്ന ഈ പണമൊക്കെ മക്കയിൽ വെച്ച് നേടിയതാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നേടിയിട്ട് അതുകൊണ്ട് മദീനയിൽ പോകാൻ സമ്മതിക്കില്ല. മുമ്പിൽ പോകുമ്പോ സ്വർണം വെള്ളിക്ക് കയ്യിലുണ്ട്. കച്ചവടക്കാരൻ വലിയ ബിസിനസ്സുകാരനാ. അതെല്ലാം കയ്യിൽ ATM കാർഡ് പോകാൻ പറ്റൂലെന്ന് അതില്ലല്ലോ. നമ്മൾ പോയി കുത്തിയെടുക്കാം. അവിടെ ഈ വെള്ളി സ്വർണ്ണമൊക്കെ കയ്യിൽ വെച്ചിട്ട് കിഴിയും കെട്ടിയിട്ട് മുമ്പ് യാത്ര പോകാൻ അവകാശം. അപ്പോഴാ തടഞ്ഞ നീല വിടൂലെന്ന്. എന്റെ നിനക്ക് വേണ്ടി പോകാം. നിന്റെ കയ്യിലെ ഈ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ട് കച്ചവടം നടത്തി നേടിയതാ. അതിവിടെ ഇട്ടിട്ടേ പോകാൻ പറ്റും. എല്ലാത്ത വർത്താനം പറഞ്ഞത് അവിടെ ഇട്ട് കൊടുത്തു. എല്ലാം ഇട്ട് കൊടുത്തു. എനിക്ക് വേണ്ടടോ, നിങ്ങളെടുത്തോ. കയ്യിലുള്ള മുഴുവൻ പണവും അത് മുമ്പേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതാണ് പങ്കുപോയി. അതാണ് അറിയപ്പെടുന്ന കച്ചവടക്കാരൻ. ഇസ്ലാമാണ് വേണ്ടത്, പരലോകമാണ് വേണ്ടത്, സ്വർഗമാണ് വേണ്ടത്. എല്ലാം വിട്ടു കൊടുക്കും. ഒന്നും വേണ്ട, എല്ലാം എടുത്തോ. എനിക്ക് ഇസ്ലാം മതി. എല്ലാം വിട്ടുകൊടുത്ത് മൂപ്പരങ്ങ് പോയി. മദീന ചെന്നു. റസൂൽ പറഞ്ഞിട്ട് എല്ലാവർക്കും കൃഷിയിടം ബാധിച്ചു കൊടുത്തു. ഇദ്ദേഹം കച്ചവടക്കാരനാണ്. ഒരു സഹാബി പറഞ്ഞു, ഞാൻ എന്റെ കൃഷിയിടത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം. അബ്ദുറഹ്മാനോട് മൂപ്പര് പറഞ്ഞു, പിന്നെ എനിക്ക് പറ്റുന്ന പണി ഇതല്ല. എനിക്ക് പറ്റിയ പണി കച്ചവടം. മദീന മാർക്കറ്റിൽ ഒരു സ്ഥലം നീ ജാമ്യം എടുക്കാം. നീ ജാമ്യം ഒരു സ്ഥലത്ത് കച്ചവടം ചെയ്യാൻ ഒരു തെരുവ് കച്ചവടക്കാരനായി നിൽക്കാൻ എനിക്ക് അനുവാദം വാങ്ങിക്കാം. എനിക്കത് മതി. അങ്ങനെ ഈ അൻസാരി അവിടെ ചെന്ന് മാർക്കറ്റിന്റെ ഉടമയെ കണ്ട് ഒരു സ്പേസ് അബ്ദുറഹ്മാന് തെരുവ് കച്ചവടക്കാരനായി നിൽക്കാൻ വാങ്ങിച്ചു കൊടുത്തു. അവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം റീറ്റെയിൽ ആയി വിട്ടിട്ട് ഈ സാധനം പൊങ്ങി. അതാണ് മദീന അബ്ദുറഹ്മാൻ വെച്ചതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ കച്ചവടക്കാരൻ. ഒന്നുമില്ലാതെ വന്നതാ. അന്ന് പിന്നെ കൊടുത്തു. അന്ന വലിയവനാ. അങ്ങനെയാണ് മനസ്സ് വേണ്ടത്. കൊടുക്കും, അവൻ കൊടുക്കും. ഈ കച്ചവടക്കാരനാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, എവിടെ എന്ത് പറഞ്ഞു ഓർമ്മയില്ലാത്ത കാലമായിരിക്കാം. മദീനയിൽ പള്ളിയിൽ സഹാബത്തുമായി കൂടിക്കൊണ്ടിരിക്കെ പുറത്ത് ബഹളം വെച്ചിട്ടു. എന്തിനാണ് പറഞ്ഞത് സുനീഷ്? അതെ, പറഞ്ഞില്ലേ, അബ്ദുറഹ്മാന്റെ കച്ചവടത്തിലേക്ക് വരിക. സദസ്സിൽ വന്നപ്പോൾ റസൂലേ, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തു? സകാത്തും സദഖയും നോക്കി പിന്നെയും ഇസ്ലാമിനെ കൊടുത്ത് ജീവിക്കുന്ന ഞാൻ 500 കൊല്ലം കഴിയണോ സ്വർഗത്തിലെത്താൻ എന്ന് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു, അബ്ദുറഹ്മാൻ, നിങ്ങളുടെ പണത്തിന്റെ കണക്ക് കൊടുക്കേണ്ട സമയത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ വെച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനം, എന്റെ പണം, ധനം, സ്വത്ത് എന്റെ സ്വർഗപ്രവേശനം വെച്ച് താമസിക്കുമെങ്കിൽ എനിക്കത് വേണ്ട. മുഴുവൻ ഇസ്ലാമിനോട് കൊടുക്കാം. അങ്ങനെ നേടിയും കൊടുക്കും പോയ ഈ മഹാരഥന്മാർ അവർ ഇസ്ലാമിന് പിച്ച വെക്കാൻ കഴിയാത്ത കാലത്ത് കൊടുത്തവരും യുദ്ധം ചെയ്തവരുമാണ്. അവർക്ക് ഡിഗ്രി കൂടുതലാണ്. 10ന് മുമ്പ് കൊടുത്തവർ, 10ന് മുമ്പ് യുദ്ധം ചെയ്തവർ, അവർക്കാണെന്ന് ദറജ. അവർക്ക് വലിയ പദവിയുണ്ട്. നമ്മളറിയണം, അവരോടൊന്നും മത്സരിക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ സാഹിബ് എന്തിനെങ്കിലും മത്സരിക്കട്ടെ, അതിൽ പറ്റുന്നില്ല. എത്ര ഗതികെട്ടവരാണ് നമ്മൾ. ഈ ഹദീസുമായിട്ടൊക്കെ വായിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും അത് കൈ അയഞ്ഞു പോവില്ലല്ലോ. അയഞ്ഞു പോകും. അപ്പോഴത്തെ സംരംഭം കിടക്കുന്നു. അതങ്ങ് പൊങ്ങി വന്നാൽ ഒരുപാട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ അപ്പ ഇറങ്ങിയിട്ട് സ്വത്ത് വാങ്ങിയിട്ടെന്ന് വാങ്ങിയെടുക്കേണ്ട സ്വർഗത്തിന് വേണ്ടി വാങ്ങിയെടുക്കണം. അതല്ലേ അവരുടെ ശീലം. നിങ്ങൾ ഉസ്മാൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഔഫിനെ കുറിച്ച് കേൾക്കണം. ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് കിണറിന്റെ പേര് മദീനയിൽ സിയാറത്തിന് പോയാൽ കാണാം. റമ്മില് പോകുന്നവരും മക്കത്ത് അച്ഛനും പുറത്തുവരൊക്കെ പഠിക്കേണ്ട പാടാ. ഉസ്മാന്റെ കിണറ. എന്താ സംഭവം? റസൂൽ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മദീന പള്ളിയിൽ വന്നു. സഹാബത്തെല്ലാം ഒരുമിച്ച് കൂടി. റസൂലിനെ വന്നിരിക്കുക. യാത്രാ വിവരണം അനുഭവം ഉണ്ടാകും. പോയ കാലത്ത് അറിയാൻ താല്പര്യമുണ്ട്. റസൂൽ എഴുതിട്ട് പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് വല്ലാതെ വിഷമിച്ചു പോയി. എന്തേ? ഒരു സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അവിടെ ഒരു കിണറേ ഉള്ളൂ. ആ കിണർ അവിടുത്തെ യഹൂദന്റെ കയ്യിലാണ്. യഹൂദൻ ആ കിണറ്റിന് വെള്ളത്തിന് വില കൊടുത്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. വേറെ ജലസ്രോതസ്സില്ല ആ ഗ്രാമത്തിൽ. ഇവൻ ഈ വെള്ളം വിറ്റ് പൈസ ഉണ്ടാക്കുക. ഈ യഹൂദന് പണം കൊടുത്തിട്ട് വെള്ളം വാങ്ങും
കുട വാങ്ങാൻ നടന്ന കുട്ടികളെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ നമ്മൾ പേടിച്ച് വാങ്ങാതിരിക്കല. കുട വാങ്ങാൻ നടക്കുക നമ്മുടെ ആൾക്കാർ എന്തിനാ വീട്ടിൽ കാശുണ്ടാക്കാൻ? കുടയും വിൽപ്പനയെ കുറിച്ച നാടാണ് നമ്മുടെ നാട്. അവിടെയാണ് ഇസ്ലാമിന്റെ ഈ പാഠം. ഇത് പറഞ്ഞ രാഷ്ട്രീയ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാനാണ് നമ്മുടെ നേതാക്കന്മാർക്ക് താല്പര്യം. പക്ഷെ ഇസ്ലാമിന്റെ രാഷ്ട്രീയമായി പറയുന്നത് ഒരു നാട്ടിൽ ഒരു കിണറേ ഉള്ളൂ. ആ കിണർ യഹൂദന്റെ കയ്യില. തൊട്ടി വെള്ളത്തിന് പണം വാങ്ങിയിട്ടാ കൊടുക്കുന്നത്. ആ വെള്ളം പണം കൊടുത്ത് വാങ്ങി കുടിക്കാനേ നാട്ടുകാർക്ക് പറ്റുന്നുള്ളൂ. അത്രയും ദുരന്തം ഒരു നാട്ടിൽ സംഭവിച്ചത് കണ്ടിട്ട് റസൂലിന്റെ ബേജാറായി. ഇവിടെ ഒരു സങ്കടം പറയാം. ഞാൻ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച ഇങ്ങനെയാ. അപ്പോ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉസ്മാൻ അഫ്ഫാൻ ഒരു ചോദ്യം, പ്രവാചകരെ, ആ കിണറങ്ങാണ്ട് ഒരാള് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വാങ്ങി കൊടുത്താൽ എന്താ കിട്ടുക? പണമുള്ളവരങ്ങനെ അവസരം കാത്തിരിക്കുക ചെയ്യാം. നമുക്ക് ഇതാ ഒരു സാധനം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിപ്പോ ഇക്കൊല്ലത്ത് സക്കാത്ത് തിന്നല്ലോ. ഇക്കൊല്ലത്ത് സക്കാത്ത് തിന്നു. നീ അടുത്ത കൊല്ലം ഒരു 1000 രൂപ എഴുതിക്കണം. അടുത്ത കൊല്ലം സക്കാത്ത് കണ്ടു തരാം. അവസരം മുമ്പിൽ നിന്ന് മുക്കി പിടിക്കുമ്പോ തന്റെ പണത്തിന്റെ പെരുമയോട്ട് മാറി നിൽക്കുന്ന കുട്ടരെ, നിങ്ങൾക്കൊന്നും ഈ സഹാബത്തിന്റെ പേര് പറയാൻ അർഹതയില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഉസ്മാൻ ചോദിച്ചു, റസൂലേ, ആ കിണർ ഒരാൾ അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി വാങ്ങിക്കൊടുത്താൽ എന്താണ് കിട്ടുക? റസൂൽ സ്വർഗ്ഗത്തിൽ അവനെ അവിടെ കുടിപ്പിക്കും. ചർച്ച കഴിഞ്ഞു. വർത്തമാനം വേറെ വഴിക്ക് പോയി. ചർച്ച പിരിഞ്ഞ് എല്ലാവരും വീട്ടിൽ ഉസ്മാൻ ഈ നാട്ടിലേക്ക് പോയി. മൂപ്പരൻ പട്ടിന് വീട്ടിലല്ല പോയത്. മൂപ്പരായി യഹൂദന്റെ അടുത്ത് ചെന്നു. നിങ്ങളുടെ കിണറിന് എത്ര വില തരണം? യഹൂദനിൽ നിന്നും കള്ളങ്ങളുള്ളവനാണ്. അങ്ങനെ സയനിസ്റ്റുകൾ ഇസ്രായേൽ കേന്ദ്രത്തിലും അമേരിക്കൻ ആസ്ഥാനത്തും ഇരുന്ന് ഇറക്കുന്ന നമ്പറുകളാണ് IMF, ലോകബാങ്ക്, ADB എന്നീ സാധനങ്ങൾ. നിങ്ങൾ പഠിക്കണം. അവിടെ ഇസ്ലാമുണ്ട്. നിങ്ങൾക്കത് രാഷ്ട്രീയം, എനിക്കത് ഇസ്ലാമാണ്. ലോക രാഷ്ട്രങ്ങളെ വലിഞ്ഞു മുറുക്കി സകല സോഴ്സും സ്വന്തം കീശയിലേക്ക് മാറ്റാൻ വേണ്ടി നിയമക്കുരുക്കുണ്ടാക്കിയിട്ട് നവ കൊളോണിയൽ സാമ്രാജ്യ ശക്തികൾ അടിച്ചേൽക്കുന്ന സകല നിയമങ്ങളും ചുട്ടെടുക്കുന്ന കണ്ണുകൾ യഹൂദകളാണ്. അല്ലെന്ന് പറയാൻ തെളിവുണ്ടെങ്കിൽ സംസാരിക്കും. അത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയമാണ്, ഇത് ഇസ്ലാമാണ്, ശുദ്ധ ഇസ്ലാമാണ്. നിങ്ങൾക്കത് മനസ്സിലാകാത്ത നിങ്ങൾ അത്രമേൽ ഖണ്ഡീകരിക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇസ്ലാം അറിയാത്തതുകൊണ്ടാണ്. യഹൂദൻ അങ്ങനെ, യഹൂദൻ എന്നും അങ്ങനെ. പരീക്ഷയുടെ സ്ഥാപകൻ യഹൂദനാ, ചൂഷണത്തിന്റെ അപ്പോസ്തലൻ യഹൂദനാ. വെള്ളം വെച്ച് കാശുണ്ടാക്കുന്ന യഹൂദനോട് ചോദിച്ചു, നിന്റെ കിണർ എത്ര വില തന്നാൽ തരും? രാഷ്ട്രീയത്തിലുള്ള ഇപ്പോഴും പറയുന്നവർക്ക് ഇസ്ലാമിൽ വന്നാൽ പിന്നെ ബുദ്ധ ഇഷ്ടമുള്ളൂ. രാഷ്ട്രീയത്തിൽ വലിയ ഇപ്പോഴായിരിക്കണം. ഇടതുപക്ഷക്കാരൻ, മറ്റേത് നെക്സലിസ്റ്റുകാരൻ എന്നൊക്കെ പറഞ്ഞു വലിയ ഇപ്പോഴുള്ള വായാടികൾ ഇസ്ലാമായി തൊപ്പിയിട്ട് നിസ്കരിക്കാൻ തുടങ്ങാൻ പിന്നെ അവന് ഇഷ്ടം ബയാനും തസ്ബീഹും ദിക്റും ഒക്കെ. പിന്നെ ഇപ്പോഴും പാടില്ല. എന്തൊരു ദുരന്തമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. വലിയ വിപ്ലവകാരികൾ ഷണ്ഡീകരിക്കപ്പെട്ടിട്ട് വീരൻ ചോർന്നു പോയിട്ട് സ്റ്റെപ്പായിട്ട് കിടക്കുക, വൃത്തികെട്ടവൻ. ഇവിടെ നിന്ന് വിപ്ലവം വേണ്ടത് ഇടോ ഇസ്ലാമിന്റെ വിപ്ലവത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ്. നീ അവിടുന്ന് അനുഭവിച്ചതിനേക്കാൾ ഋഷിയുള്ള വിപ്ലവമാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ മുഖം. നീ ഇടതുപക്ഷ ചിന്തയിലൂടെ നേടിയെടുത്ത വിപ്ലവത്തിന്റെ ആ ഷണ്ഡീകരിക്കപ്പെട്ട മുഖമുണ്ടല്ലോ, അവരും ഇവരും വ്യത്യാസമില്ലാതെ ഷണ്ഡീകരിക്കപ്പെട്ട മുഖം, അത് വലിച്ചെടുക്കുക. നിന്നിൽ കുടികൊള്ളുന്ന വിപ്ലവത്തിന്റെ ജോലകളെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു വിപ്ലവത്തിന്റെ പാതയാണ് ഈ ഇസ്ലാം. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ച പാത. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായത്, നിങ്ങൾക്ക് ഇസ്ലാം അലർജിയായതുകൊണ്ടാണ്. അപ്പോ എത്ര വില വേണം? യഹൂദൻ കണ്ണോടുകൂടി വല്ലാത്ത വില പറഞ്ഞു. ബഹൈൻ അങ്ങനെയാണ്. ബഹൈനും അങ്ങനെ. യഹൂദൻ ഭയങ്കര വില പറഞ്ഞു. ഈ യഹൂദന്റെ ഈ ബുദ്ധികെട്ട രീതിയിൽ നിന്ന് മദീനയെ മോചിപ്പിക്കാനാ മദീനയിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പള്ളിയുണ്ടാക്കിയിട്ട് പിന്നെ ഉടനെ മാർക്കറ്റ് ഉണ്ടാക്കിയത്. നമുക്ക് മനസ്സിലായില്ല. അല്ലാഹു റസൂൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ പോയ ദീനിന്റെ കാര്യം അത് നോക്കിയാൽ പോലെ ദുനിയാവിന്റെ പണി സാഹിബിനാ നോക്കിയത് എന്ന് വായന പറയാൻ പഠിച്ച കുട്ടികളെ നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലാവില്ല. മദീനയിലെ മാർക്കറ്റ്
കയ്യില ഭൂരിപക്ഷ യഹൂദരാവിടെ. അവൻ ചൂഷണത്തിന്റെ അപ്പോസ്തലനാ. അവന്റെ കയ്യിൽ നിന്ന് ഒരു നാട്ടിന്റെ സാമ്പത്തിക ക്രമത്തെ തിരിച്ചു പിടിക്കാൻ ഒരു മഹാപ്രവാചകൻ മദീന മാർക്കറ്റ് സ്ഥാപിച്ചു എങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം മനസ്സിലായിട്ടില്ല. ബദൽ സ്ഥാപിക്കലാണ് ഇസ്ലാം. അവിടുത്തെ ചൂഷണക്രമത്തെ അട്ടിമറിക്കാൻ ഇവിടെ ചൂഷണരഹിതമായ ബദൽ സ്ഥാപിക്കും. പലിശ അധിഷ്ഠിതമായ ചൂഷണക്രമത്തെ അട്ടിമറിക്കാൻ ഇസ്ലാം പലിശരഹിതമായ സാമ്പത്തിക ക്രമത്തിന്റെ ബാങ്ക് സ്ഥാപിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ഇസ്ലാമിനെ കുറിച്ചായി പറയുന്നത്? ഞങ്ങളോട് പറയരുത്, നിങ്ങൾ ഞങ്ങളോട് മിണ്ടരുത്. ഇസ്ലാമിനെ പഠിച്ചിട്ട് വരണം. എന്നിട്ട് വലിയ വിപ്ലവമായില്ല. ഇവന്റെ വിപ്ലവ ഇസ്ലാമിനെ വേണ്ടി ചെലവഴിക്കട്ടെ. അത് ചെയ്യൂല. എനിക്ക് ഒരുപാട് മഹാന്മാരറിയാം. ബീഡി മുറം കയ്യിൽ വെച്ച് ഇടതുപക്ഷ വിപ്ലവത്തിന്റെ കത്തിജ്വലിക്കുന്ന പ്രതീകങ്ങളായ ഇസ്ലാമിക വായന നടത്തിയപ്പോൾ ബീഡി മുറം കയ്യിലിരിക്കെ ഇസ്ലാം വിപ്ലവകാരികളായിട്ട് വിപ്ലവം ഉണ്ടാക്കിയ ചരിത്രം ഈ കേരളത്തിലുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവില്ല, ഞങ്ങൾക്കത് മനസ്സിലാവും. തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കെ തനി പിന്തിരിപ്പൻ മൂരാച്ചി ഇസ്ലാമിനെ കണ്ട് സൈകണ്ട് ഉസ്താദന്മാരും ഹാജിയന്മാരും കാട്ടിക്കൂട്ടുന്ന വൃത്തികേടിൽ ഒരു സമുദായം അന്തം വിട്ടു നിൽക്കുമ്പോ അതിനുള്ള ശകല പ്രതിഷേധത്തോടും കൂടി കമ്മ്യൂണിസ്റ്റ് വ്യത്യാസത്തെ പിന്നാലെ പോയ ബീഡിമുറം മടിയിൽ വെച്ച് വിപ്ലവം വായിച്ച് ശീലിച്ച അത്തരം വിപ്ലവകാരികൾ ഇസ്ലാമിനെ വായിച്ചപ്പോൾ ആ വിപ്ലവത്തിന്റെ ചൂരും കുശിലുമായി ഇസ്ലാമിന്റെ മാർഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച മഹാരഥന്മാരായി നടന്നു നീങ്ങിയ ചരിത്രത്തിന്റെ കാലടിപ്പാടുകൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. ഞങ്ങളത് വായിച്ചു പഠിച്ചതാണ്. അതാണ് ഇസ്ലാം. എന്ത് പറഞ്ഞ ദേഷ്യമാണ്? ആരോഗ്യയുള്ള ദേഷ്യം. ഞാനിവിടെ വന്നിട്ട് 4ാമത്തെ റമദാനായിരുന്നു. ഒരുപാട് മനുഷ്യനെ പരിചയപ്പെട്ടു. അപ്പൊ നല്ല വിപ്ലവകാരി പള്ളിയിൽ വരാൻ തുടങ്ങി. പിന്നെ അവന് ബയാൻ ഊതി മതി. പിന്നെ അവന് പ്രവർത്തനമല്ല, ഇസ്ലാമല്ല, വിപ്ലവമല്ല. അവനാകെ ഉണങ്ങി തൊലിഞ്ഞ് ചുരുങ്ങിയിരുന്നു. വൃത്തികെട്ടവൻ. അവന് നിങ്ങളെ ചെല്ലുന്നത്. അവൻ അവന്റെ മുഷിലോട് കൂടി തിരിച്ച് ഇസ്ലാമിനോട് പണിയെടുക്കാറുണ്ട്. കാരണം അവന്റെ വിപ്ലവ ജോലയെ ജ്വലിപ്പിക്കാൻ പറ്റുന്ന ശരിയായ ഒരു ദർശനം ഇസ്ലാം അല്ലാതെ വേറെ ഇല്ല എന്നിരിക്കെ അവൻ ഉണങ്ങി തുലഞ്ഞ് തൊപ്പിയിട്ട് കുത്തിയിരിക്കുക ഈ പള്ളിയിൽ. ഒരു ഉമറിന്റെ അടിച്ചടക്കമായിരുന്നു. അടിച്ചടക്കാൻ ഈ ഉമറിന് വടിയെടുക്കാൻ പറ്റില്ല ഈ പള്ളിയിൽ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വടിക്കുമായിരുന്നു. മദീന പള്ളിയിൽ ഖലീഫയായിരിക്കുന്ന ഉമർ നമസ്കരിക്കാൻ വന്നു. നിസ്കരിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ ഉമ്മരത്ത് മാറിയിരുന്നു. ഇപ്പോൾ ഒന്നിങ്ങനെ നോക്കിയിട്ട് പോയി. അടുത്ത വക്തിന് വന്നു. നിസ്കരിച്ച ഇതേ ആൾക്കാർ പിന്നെ മാറിയിരിക്കുന്നു. അപ്പോഴൊന്ന് നോക്കിയിട്ട് പോയി. മഗ്‌രിബിന് വന്ന് ഇശാക്ക് വന്നു. ഇപ്പൊ അഹയന്മാർ പള്ളിയിൽ തന്നെ കുത്തിരിക്കാം. മൂപ്പറൊന്ന് നോക്കിയിട്ട് പോയി. സുബഹിക്ക് വന്നു. വടിയും കൊണ്ടാ വന്നു. ആര്? ഉമറുൽ ഫാറൂഖ്. അതാണ് ഉമർ. സുബഹി നിസ്കരിച്ച് മൂപ്പർ ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുത്താം. ഈ ചെങ്ങാതിമാർ എന്ത് ചെയ്യുന്നു? അവരെ പിന്നെ പള്ളിക്കുള്ളിലേക്ക് ചുരുന്നു. എഴുന്നേറ്റ് പണിയെടുത്ത് പുറത്ത് തല്ലിയിട്ട് പുറത്തിറക്കി നിർത്തിയിട്ട് പറഞ്ഞ് മണ്ണിൽ പോയി പണിയെടുക്കണോ? ഇവിടെ ചുരുണ്ടിട്ടുണ്ട് കിടക്കല. അധ്വാനിച്ച് പണിയെടുക്കുന്നതിന് കുടുംബത്തിനും ഇസ്ലാമിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കെ സമയത്ത് പണിയിൽ വാ. അതാണ് ഇസ്ലാം. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വിപ്ലവം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റുന്ന എണ്ണം തന്നെ കുറവാ. അത്രയും ഈ സമുദായം ശണ്ഡീകരിക്കപ്പെട്ടു പോയി. ദിക്റിന്റെയും ദുആന്റെയും പ്രാധാന്യം ഞാൻ എതിർക്കൂല. പക്ഷെ ദിക്റിനും ദുആക്കും ഉള്ളതിനേക്കാൾ പ്രാധാന്യവും പുണ്യമുള്ള പണി വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ദിക്റിനും ദുആനും ഞാൻ എതിർക്കൂല. ബയാനും സ്നേഹത്തും ഖുത്ബയും ഊതി ഞാനും ചെയ്യും. പക്ഷെ അതിനുവേണ്ടി ഇരുന്ന് കൊടുക്കുന്നത് മുഖേന കിട്ടുന്നതിനേക്കാൾ 10 മാറ്റ തങ്കപ്പെട്ട പുണ്യം കിട്ടുന്ന പ്രവർത്തന മേഖലയുള്ളത് വിളിച്ചു പറയാൻ ഞാൻ കുറ്റവാളിയായിരിക്കും. അതുകൊണ്ടായി പറയുന്നത്. ആരാധന കൊണ്ട് കളിക്കല്ല. ഇവിടെ ജീവിക്കാൻ പെടാത്ത മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കണം. അധാർമികതയിലും പലിശയിലും വൃത്തികേടും മുങ്ങി പ്രയാസപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ക്രമത്തിൽ ഇസ്ലാമിന്റെ ബദൽ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാതെ നീ ഇബാദത്ത് കൊണ്ട് കളിക്കല. പോയത് ഉസ്മാന്റെ കിണറ് ഭാഗത്ത് ചെത്തുന്ന അങ്ങനെ പോകാൻ പറ്റൂ. എന്റെ നീങ്ങാത്തത് കൊണ്ടാണ്.
ആളുകൾക്ക് ആവശ്യം ഈ ആയത്തിന്റെ അർത്ഥം പോകണമെന്നാ. എനിക്കത് പിടിച്ചില്ല. ഞാൻ പറയാൻ അർത്ഥം പഠിക്കുന്നത് തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി. ഇവിടെ കണ്ട കാര്യമില്ല. മാറി ഇന്ന് മോളിൽ വായിക്കും. പക്ഷെ മർമ്മം മനസ്സിലാക്കി കൊടുത്തിട്ട് എനിക്ക് സമാധാനം. അതുകൊണ്ട് കുഴപ്പം. അതാ സമയം പിടിച്ചു നിൽക്കാത്തത്. അപ്പൊ ഉസ്മാൻ പോയിട്ട് യഹൂദനോട് കിണർ തരുമോ, എന്ത് വില വേണം? യഹൂദൻ 4 ഇരട്ടി വില പറഞ്ഞു. വാങ്ങാതിരിക്കാനാണ് മുമ്പ് ആഗ്രഹിച്ചത്. ഉസ്മാൻ അങ്ങ് വാങ്ങി. കിണർ വാങ്ങി ആധാരം സ്വന്തം ലക്ഷ്യത്തിന് മുമ്പ് ഒരു മദീനത്ത് വന്നു. അപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ യാത്ര വേണമല്ലോ. ഹെലികോപ്റ്റർ പോയി വരാൻ പറ്റില്ലല്ലോ അന്നത്തെ കാലത്ത്. അങ്ങനെ മദീന സംസ്കൃതിക്ക് ആരും ഉസ്മാൻ അഫ്ഫാൻ റസൂലിന്റെ നസീഹത്തൊക്കെ കഴിഞ്ഞു അവസരം കിട്ടിയ എഴുന്നേറ്റ് റസൂലേ, ഇത് നിങ്ങൾ വെക്ക്, ഇത് നിങ്ങൾ വെക്ക്. എന്ത് ഒരു ആധാരം കൊടുത്ത് കൈവശാവകാശ രേഖ. റസൂലൊക്കെ മരിച്ചു നോക്കിയിട്ട് അന്തം വിട്ടിട്ട് ഉസ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്ത് കിട്ടും എനിക്ക്? റസൂൽ ആധാരം വായിച്ചപ്പോ ഉസ്മാൻ ചോദ്യം, എന്ത് കിട്ടും? സ്വർഗത്തിൽ നിനക്ക് കിട്ടും. അവസരം വരുമ്പോൾ വാങ്ങിയെടുത്തിട്ട് സ്വർഗത്തിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ആളുകളില്ല. അതാ ഇസ്ലാം വഴി മുക്കിയത്. അന്ന് ഇസ്ലാം വഴി നടന്നത് അവസരം കിട്ടുമ്പോൾ പണം മുടക്കി വാങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് മുതൽ കൂട്ടാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം വളർന്നത്. ഇന്ന് ഇസ്ലാം വഴി മുക്കിയത് അവസരം മുമ്പിൽ വന്നാലും മുടക്കാൻ തയ്യാറില്ല. കാരണം 101 പവൻ മോൾക്കും അടുത്ത 101 മറ്റവർക്കും ഈ ഫ്ലാറ്റിനുമൊക്കെ കരുതിയിരിക്കുന്നത് കൊടുക്കാൻ കഴിയില്ല. അവനാകെ 1000ന്റെ കണക്കെ അറിയൂ. മതിയായ വില കൊടുത്ത് വാങ്ങിയെടുത്ത് ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുന്ന കരുത്തരില്ലാതെ പോയി ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആവശ്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കരയാൻ കഴിയും. നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ആദ്യ മുണ്ടി ഒലിപ്പിച്ചു കൊടുക്കലും 24 എറിഞ്ഞു കൊടുക്കലും മാത്രം. അതല്ല ഇസ്ലാം. ഇങ്ങനെ ഒരു ഉസ്മാൻ അഫ്ഫാൻ ഇവരൊക്കെയാണ് മക്കയിൽ മുമ്പിൽ ചെലവഴിച്ചവർ. അതുകൊണ്ട് അല്ല പറഞ്ഞു അവർക്കാണ് ദറജ, അവർക്കാണ് ദറജ, അവർക്കാണ് എ ഗ്രേഡ്. കാരണം എന്താ? അന്ന് അത്രയും പ്രയാസത്തിലായ ഇസ്ലാം, തുടക്കത്തിലായ ഇസ്ലാം, ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഇസ്ലാം, സംരംഭങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി വരണം. പ്രബോധന പ്രവർത്തനങ്ങൾ, ആസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ, കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ടായി വരണം. അതിനുവേണ്ടി കൈ മെയ് മറന്നു കൊടുത്തവർ, അവർക്ക് ഏറ്റവും ഉന്നതമായ പദവിയുണ്ട്, ഫത്ഹിന് മുമ്പ് കൊടുത്തവർ. അതുകൊണ്ട് ലാ യസ്തവി മിൻകും മൻ അൻഫഖ ഖബിൽ ഫത്ഹി വഖാതല. ഫത്ഹിന് മുമ്പ് മക്കം ഫത്ഹാണെങ്കിൽ മക്കം ഫത്ഹ്, വേറെ ഹുദൈബിയ സന്ധി എന്നാണ്. 2 അഭിപ്രായമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ മക്കം ഫത്ഹ് എന്നാണ് പറഞ്ഞത്. കുറച്ചാൽ ഹുദൈബിയ സന്ധി എന്നാണ്. രണ്ടും ശരി തന്നെ. മക്കം ഫത്ഹിനെയും ഫത്ഹ് എന്ന് പറഞ്ഞത് ഹുദൈബിയ സന്ധിയെയും ഫത്ഹ് എന്നാണ്. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് റസൂലും കൂട്ടരും മടങ്ങുമ്പോഴാണ് ഇന്നാ ഫത്ഹനാ ലക ഫത്ഹൻ മുബീന എന്ന അധ്യായം സൂറത്തുൽ ഫത്ഹ് ഇറങ്ങിയത്. രണ്ടും ഫത്ഹ് തന്നെ. 2 അഭിപ്രായം ആവട്ടെ, നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. മക്കം ഫത്ഹാണോ ഹുദൈബിയ സന്ധിയാണോ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. മറിച്ച് രണ്ടും ഇസ്ലാമിന്റെ വിജയത്തിൽ വലിയ നാഴികക്കല്ലുകളാണ്. ആദ്യം ഹുദൈബിയ സന്ധി സംഭവിച്ചു. സന്ധിയിലേർപ്പെട്ട റസൂലും മക്കക്കാരും ഉംറയ്ക്ക് വേണ്ടി വന്നതാ. കഴിഞ്ഞ റമദാനിൽ ആയത്ത് സൂറയോട് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റമദാനിൽ പള്ളി അതാ പഠിപ്പിച്ചത്. മക്കം ഫത്ഹിനെ കുറിച്ച സൂറ, ഹുദൈബിയ സന്ധി ഓർമ്മയുള്ളവർ ഓർക്കണം. ഉംറയ്ക്ക് വന്നിട്ട് ഉംറ ചെയ്യാൻ കഴിയാതെ കരാറായിട്ട് റസൂലിനോട് തിരിച്ചുപോയി. അപ്പൊ ഏകപക്ഷീയമായി തോറ്റു കൊടുത്തിട്ടാ പോയത്. സഹാബത്തുകൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. റസൂലുള്ള എന്നിപ്പോൾ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ മുഹമ്മദ് റസൂലുള്ള എന്ന് എഴുതിയ കരാർ പത്രത്തിലെ കക്ഷികളുടെ പേരിൽ റസൂലിന്റെ പേരിൽ തന്നെ റസൂലുള്ള എഴുതാൻ സമ്മതിക്കൂല എന്ന് വാശി പിടിച്ചപ്പോ അലിയാവുന്ന റൈറ്ററോട് കാത്തിനോട് റസൂലുള്ള എന്ന് മായിക്ക് അലി എന്ന് പറഞ്ഞു നോക്കി. മരുമകനോട് പറയാ, അലി സമ്മതിച്ചു. സമ്മതിച്ചു. അപ്പൊ റസൂൽ എവിടെയാണ് റസൂലുള്ള ചോദിച്ചു. ഉടനെ അലിങ്ങനെ കാണിച്ചു സ്വന്തം കൈകൊണ്ട് റസൂലുള്ളാഹി വായിച്ചു. റസൂലുള്ള വായിച്ചു. റസൂൽ തന്നെ റസൂലുള്ളാഹി വായിച്ചു. എല്ലാവരും അന്തം പോയി. ഒന്നും പറയാതെ റസൂല ചെയ്തിരിക്കുന്നു. സഹിക്കാനൊന്നും പറ്റുന്നില്ല. അലിയോട് എഴുത്. എന്ത്? ഇവനെ അബ്ദില്ല, ഇവനെ അബ്ദില്ല. അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ്. അവിടെ റസൂലല്ല, അബ്ദുല്ലയുടെ മകൻ മുഹമ്മദ്. അവർ സമ്മതിച്ചു. അങ്ങനെ തോറ്റു കൊടുത്തുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ഇസ്ലാം മുന്നോട്ട് പോയി. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും തോറ്റു കൊടുക്കും ഇസ്ലാം.
അത് വീരുത്വമല്ല, അത് കരുത്താണ്. നമ്മളത് വീരുത്വമായി കണ്ടവരാ. നമ്മളെ വെട്ടേണ്ടതായി ചോദിക്കുന്നത് അല്ലെ? ഈ അടുത്ത സംഭവം സ്ഥലം പറഞ്ഞാൽ ഇവിടെ ആളുകൾ ഇരിക്കുക. ആ സ്ഥലത്ത് അവിടെ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഈഴവജാതിക്കാരുടെ കൂടെ ചാടി ആ കുട്ടി കൊണ്ടുപോയതാ. ഇത് അടുത്ത സ്ഥലമാണ് കേട്ടോ. എന്റെ നാവിന്റെ പേര് വീണാൽ നിങ്ങളവിടെ പോയിട്ട് അത്ഭുതപ്പെട്ട് ചോദിച്ചു. അവിടെ പേര് ഞാൻ പറയുന്നില്ല. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണ്ട, സംഭവം മനസ്സിലാക്കണം. അപ്പൊ ഒരു പെൺകുട്ടി ഒരു ഈഴവജാതിക്കാരുടെ കൂടെ പോയി. പെൺകുട്ടിയുടെ ബാപ്പയും കുടുംബക്കാരൊക്കെ വല്ലാതെ വിഷമിച്ചു. അവർ തീരുമാനിച്ചു നല്ല നിലക്ക് തിരിച്ചു കൊണ്ടുവരാം, വേറെ മാർഗമൊന്നുമില്ല, അവരെ കൂടി ചേർത്താൻ. ഇപ്പൊ അങ്ങനെ സംഭവിക്കുന്നു. പിന്നെ അത് പോസിറ്റീവ് ആക്കാനേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ തലമുറ മൊത്തം നശിച്ചു പോകുമല്ലോ. അവരങ്ങനെ തീരുമാനിച്ചപ്പോൾ ഒരു കൂട്ടർ വന്നു. അവർ ഇസ്ലാമിന്റെ ഹോൾസെയിൽ സംരക്ഷകർ, പേര് ചോദിക്കുന്നു, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ ഹോൾസെയിൽ സംരക്ഷകർ, ഒരു പാർട്ടിക്കാർ. അവരെന്ത് ചെയ്തു? അവരാലോചിച്ചിട്ട് ഈ ഹിന്ദു സമുദായത്തിലെ ഒരുത്തരം പൊക്കി, മുസ്ലിം സമുദായത്തിലെ പെണ്ണിനെ പൊക്കിയിരിക്കുകയാണ്. അവരുടെ കൂടെ കൊണ്ടുപോയതാ. സമുദായം പൊക്കിയത് പണിയെന്നല്ല, ഇവനെ കൂടെ വിളിച്ച് അവിടെ പോയി. അവിടെ പോകാൻ മാത്രമേ ഉള്ളൂ, ഇതിന് പിന്നാലെ കൂടെ വരാൻ. പക്ഷേ അവന്മാർ ഹോൾസെയിൽ ഏജന്റുമാർ ഈ ഹിന്ദു സമുദായത്തിലെ ഒരുത്തരം പൊക്കി തട്ടിയെടുത്തു. അവര് കേസ് കൊടുത്തു. അവർ ഇവർക്കെതിരെ കേസ് കൊടുത്തു. പൊക്കിയത് മുസ്ലിം സമുദായക്കാരാണ്. അപ്പൊ ഈ പൊക്കിയ ഹോൾസെയിൽ ഏജന്റുമാർ, അതൊരു പാർട്ടിക്കാരാണ്, വിവിധ പേരിൽ അറിയപ്പെടുന്ന പാർട്ടിക്കാർ. അവർ വന്നിട്ട് ഈ ബാപ്പയോട് പറഞ്ഞു, അതെ നിങ്ങൾ നിങ്ങളുടെ മകനോ നിങ്ങളോ കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് അവിടെ തട്ടിക്കൊണ്ടുപോയത്. എന്ത് ചെയ്യും? അല്ല, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തതല്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നെ പഠിച്ചത്. അപ്പൊ ഈ ബാപ്പ പറഞ്ഞു, പൊന്നെ ഞാൻ അല്ലെങ്കിലേ തകർന്നിരിക്ക, എന്റെ മോളെ ഇറങ്ങിപ്പോയത്, എന്റെ വേദന നിനക്ക് അറിയില്ല, ഞാൻ അല്ലെങ്കിലേ തകർന്നിരിക്കാം. ഇനിയിപ്പോ എന്റെ മോനെ കൊണ്ടുപോയി ഹാജരാക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ നിങ്ങളോട് അവരെ തട്ടിയെടുക്കണം പറഞ്ഞു, അല്ലെങ്കിൽ പകരം അവരുടെ തട്ടണമെന്ന് പറഞ്ഞു? ഇല്ല. ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടോ? ഇല്ല. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചാണെങ്കിൽ ഇല്ല. പിന്നെ ഇപ്പോ ഞാൻ ഒരാളെ എന്റെ കുടുംബത്തിലെ ഒരുത്തനെ ഇവനാണ് ആ പയ്യനെ തട്ടിക്കൊണ്ടുപോയത് കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവരോട് അത് പറ്റില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്. നോക്കണം നമ്മുടെ ആൾക്കാരെ നീതി, സമുദായത്തെ രക്ഷിക്കുന്ന ആൾക്കാരെ നീതിയാ. ഈ വാക്കും ഭയങ്കര സമ്മർദ്ദം ഇയാളുടെ മേൽ. അവസാനം ഈ പിതാവ് ഇതെല്ലാം സഹിച്ച പിതാവ് സ്വന്തം മകനെയും അനിയനെയും കോടതിയിൽ ഹാജരാക്കി. ഇവരാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഈ പഹയന്മാര് വന്ന ഹോൾസെയിൽ ഏജന്റുമാർ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ജാമ്യമായി കൊടുക്കും. ഞങ്ങൾ അങ്ങനെ കരുത്തുള്ളവരാ. ആ അഡ്വക്കേറ്റ്, ഈ അഡ്വക്കേറ്റ് മറ്റേ ഞങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് ജാമ്യമായി കൊടുക്കും, നിങ്ങൾ പേടിക്കണ്ട. ഈ ബാബദേശം 1.5 മാസമായി ജാമ്യം കൊണ്ടിരിക്കുന്നു. അറിയിക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നേതാക്കന്മാർ, ഹോൾസെയിൽ ഏജന്റുമാരൊക്കെ. അപ്പൊ ഈ പ്രവർത്തനമാണ് വെട്ടിയാൽ വെട്ടണം, തട്ടിയാൽ തട്ടണം, പൊക്കിയാൽ പൊക്കണം. റേപ്പ് ചെയ്താൽ അവിടെ പോയി റേപ്പ് ചെയ്യണം. എന്തോ ഒരു ഉഷാർ ഇസ്ലാം. ഇതിലാണ് നമുക്കൊന്നും താല്പര്യം. ഇത് പറഞ്ഞാൽ നിങ്ങൾ സഹിക്കോ? ഇല്ല, നിങ്ങൾ സഹിക്കില്ല, എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഈ വികാരവും വിക്ഷോഭവും ഒക്കെ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ശരിയായ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു രീതിശാസ്ത്രമല്ല ഉള്ളത്. അതിന് അതിൻ്റെതായ വിപ്ലവവും അതിൻ്റെതായ ചിന്തയും അതിൻ്റെതായ പ്രവർത്തനവും അതിൻ്റെതായ രീതിയും ഒക്കെയുണ്ട്. അങ്ങനെ മർദ്ദനം സഹിച്ചും പീഡനം സഹിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വളർത്തി ഉയർത്തി അതിനുവേണ്ടി രംഗത്തിറങ്ങി പണിയെടുത്തും അതിനുവേണ്ടി പണം ചെലവഴിച്ച് മുന്നോട്ട് പോയ ആളുകൾക്കാണ് തടഞ്ഞ. അങ്ങനെ ചെയ്തവരായി അവർക്ക് തന്നെ പുണ്യമുണ്ട്. മറ്റേ കൂട്ടരോ അവർ ചെലവഴിച്ചിരിക്കുന്നു. പക്ഷേ മിനല്ലദീന അംഫഖൂ മിൻ ബഅദ് വഖാതലു, അവര് വിജയത്തിന് ശേഷമാണ് ഇതിന്റെ ആളുകളായി മാറിയത്. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഒരു സംരംഭം ഉണ്ടായി വന്നാൽ ആളാകാൻ കുറെ പേര് വരും. അങ്ങനെ ഉണ്ടാവാം. അത് മോശക്കാരെന്നല്ല. ഇപ്പൊ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു നമ്മൾ നടന്നു വിചാരിക്കും. അന്ന് അവിടുത്തെ സ്ഥലത്തിന്റെ വില കേട്ടപ്പോ ആരും തയ്യാറല്ല വാങ്ങാൻ. പക്ഷെ കുറച്ച്
ശിയാറ് വേണം, ശരിയായ സന്ദേശം എത്തണം. എന്നിട്ട് അവരങ്ങ് പണി തുടങ്ങി. സംഗതി യാഥാർത്ഥ്യമായി പുലരാൻ പോയപ്പോ കുറെ ആൾക്കാർ കയറി വന്നു. ഒന്നും മോശക്കാരൊന്നുമില്ല, അവർക്ക് അപ്പോഴായി ബോധ്യമായിരുന്നു ശരി ഇനി നമ്മൾ നോക്കാൻ ഒരു കൈ. പിന്നെ അവരവരെ ആളായിട്ട് അങ്ങനെ പെയിന്റടിക്കലും ഫാൻ ഇടിക്കലും ഗേറ്റ് അവന്റെ വക, ഗേറ്റ് അവന്റെ വക ആളുണ്ടായി. അവിടെ ഇവന്റെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ തോന്നും ഇതിന്റെ പിന്നിൽ പണിയെടുത്ത ആളുകളൊക്കെ ഒന്നും കൊള്ളാത്തതാണ്. ഇപ്പൊ ഇവന്മാർ ആളുകൾ അവിടെയാണ് അവർ കൈകാര്യം ചെയ്തത്, ഭയങ്കര കൈകാര്യം ചെയ്തത്. ഇസ്ലാമിന് വിജയം ഉണ്ടായി വന്നപ്പോ ഇപ്പൊ നിങ്ങൾ ആളായി നിൽക്കുക, കൊള്ളാം, കൂലിയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ബി ഗ്രേഡേ ഉള്ളൂ, എ ഗ്രേഡ് അവർക്ക്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സംരംഭത്തിന്റെ തുടക്കക്കാരനാകാൻ കഴിയുന്നതാണ് ആളെന്ന് പറഞ്ഞ. ഒരു സംരംഭത്തിന്റെ തുടക്കത്തിൽ കൈ മെയ് മറന്ന് ചെലവഴിക്കാൻ കഴിയുന്നവർക്കാണ് ആളെന്ന് പറഞ്ഞ. ഒരു സംരംഭം ഉണ്ടായിട്ട് ആളാകുന്നവർക്ക് ബി ഗ്രേഡേ ഉള്ളൂ. ഗ്രേഡുണ്ട്, പക്ഷെ അത് ബി ഗ്രേഡാ. മറ്റൊരു ഫസ്റ്റ് എ ഗ്രേഡ് ആണെങ്കിൽ നിനക്ക് ബി ഗ്രേഡേ ഉള്ളൂ എന്ന് അമ്മ പറയാ. വല്ലാത്തൊരു വർത്താനല്ലേ. എനിക്കിഷ്ടായി, നിങ്ങൾക്ക് ഇഷ്ടായോ? ഇഷ്ടാവണം, അല്ലല്ലേ പറയുന്നത്. പിന്നെന്താ ഇഷ്ടാവാതിരിക്കാൻ കാരണം? അപ്പോ നല്ല നല്ല സംരംഭങ്ങൾ തേടി നടക്കും ബുദ്ധിയുള്ളവർ. ഉള്ളവർക്ക് വരുമ്പോ എന്തോ കൊടുത്തിട്ട് ആടാവുന്നില്ല. തരാം 1000 2000 കൊടുത്തിട്ട് ഇരിക്കാം. സായിബെ കയ്യിലെ പണം വെച്ച് തേടി നടക്കും. എന്ത് മൂർത്തമായ സംരംഭങ്ങൾ, വറ്റാത്ത പ്രതിഫലം, സ്വതക്കത്തും ജാനിയ. ലക്ഷങ്ങൾ കോടികൾ മുടക്കണമെങ്കിൽ മുടക്ക്, നിന്റെ കയ്യിൽ മുടക്കിയിട്ട് മറ്റവനെ കൂടി ചേർത്ത് മുടക്ക്. എന്നിട്ട് അതങ്ങ് എസ്റ്റാബ്ലിഷ് ആവട്ടെ. നിനക്ക് ഏത് എസ്റ്റാബ്ലിഷ് ആകുന്ന ഒരു കൂട്ടര് വന്നേക്കാം, പേടിക്കേണ്ട, അവർ കൊണ്ട് നടക്കട്ടെ, നിന്റെ പദവി കുറയില്ല. അവന് ഭീകരതേ ഉള്ളൂ. ചിലപ്പോ അവന്റെ കാട്ടിക്കൂട്ടൽ കാണുന്നത് സഹിക്കില്ല. കാരണം ഇപ്പൊ അവനാണ് എന്റെ ആള്, അവനാണ് എല്ലാ രംഗത്തുള്ളത്. അപ്പൊ നിങ്ങൾ സഹിക്കാൻ പറ്റാതെ വന്നേക്കും. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്ന ആരും റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കുക. ആ ഹദീസിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കാന ബൈന ഖാലിദ് ഇബ്നു വലീദ് വബൈന അബ്ദുറഹ്മാൻ ഔഫ് കലാമുൻ. ഖാലിദും അബ്ദുറഹ്മാൻ ഔഫും തമ്മിൽ തർക്കമുണ്ടായി. ആരാ അബ്ദുറഹ്മാൻ ഔഫ്? നേരത്തെ പറഞ്ഞ ഔദബ് ദറജ ഏകദേശം ബന്ധപ്പെട്ട ആളാ. മക്കയിൽ നിന്ന് എല്ലാം വിട്ടിട്ട് പോലും മദീന ഇസ്ലാമിന് വേണ്ടി പണിയെടുത്ത, ഇസ്ലാമിന് അത് മുഴുവൻ സമ്പത്ത് കൊടുത്ത അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്ക ഫത്തഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന ഖാലിദ് ഇബ്നു വലീദ്. രണ്ടാം സഹാബി അബ്ദുറഹ്മാൻ ഔഫ്. ഈ പഴയ പാരമ്പര്യക്കാരനായ കരുത്തൻ ഇസ്ലാമിന് വേണ്ടി കൂടിയ വാള, യുദ്ധവീരൻ, ശൂരൻ. രണ്ടാളും മോശക്കാരല്ല കേട്ടോ, രണ്ടാളും മോശക്കാരല്ല. പക്ഷെ അബ്ദുറഹ്മാൻ ഔഫ് മക്ക മുതലേ ഉള്ളവരും മദീനയിൽ വന്നവരും ആ സന്ദർഭത്തിലൊക്കെ കൈയായിട്ട് പണം കൊടുത്തവരും യുദ്ധത്തിൽ പങ്കെടുത്തവരുമായ ആളാണ്. അപ്പൊ ഫതഹിന് മുമ്പേ ചെലവഴിക്കുകയും ചെയ്ത ആള്, ഫതഹിന് മുമ്പേ ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത ആളെന്ന് ഈ ആയത്തിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ലാ യസ്തവി മിൻകും, സമമാവുകയില്ല, മൻ അൻഫഖ, ചെലവഴിച്ച കൂട്ടർ, മിൻ ഖബലിൽ ഫതഹി, ഫതഹിന് മുമ്പ് ചെലവഴിച്ച കൂട്ടർ, വഖാത, യുദ്ധം ചെയ്ത കൂട്ടർ, അവര് സമമാവുകയില്ല ഇവരുമായി. ആരുമായി? മിനല്ലദീന അൻഫഖു, ചെലവഴിക്കുന്ന ആളുകൾ, മിൻ ബഅദു, ഫതഹിന് ശേഷം, വഖാതലു, അതിനുശേഷം യുദ്ധം ചെയ്തവർ. അപ്പൊ ഫതഹിന് മുമ്പ് പണം ചെലവഴിച്ചവർ, യുദ്ധം ചെയ്തവരുമായ ആളുകളും ഫതഹിന് ശേഷം പണം ചെലവഴിച്ച് യുദ്ധം ചെയ്തവരുമായ ആളുകൾ തമ്മിൽ സമമാവുകയില്ല. മറിച്ച് ഫതഹിന് മുമ്പ് ചെലവഴിച്ചവർ ഉലൈക അഅ്ളമു ദറജ, അവർക്ക് ഉയർന്ന പദവി ഉണ്ടെന്നായിരുന്നു പറയുന്നത്. അതിന് സംഭവം പറയാം. ഒരു സംഭവം, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു തർക്കമുണ്ടായി. തർക്കത്തില ഫഖാല ഖാലിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഈ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട്, തസ്തതീലൂന അലൈനാ ബി അയ്യാമിൻ സബത്തുമൂന ബിഹാ, ഞങ്ങളുടെ സേവനങ്ങളെ നിങ്ങൾ പശ്ചാത്തലമാണ്. അതാണ് മലയാളത്തിൽ പറയാവുന്നത്.
പഠിക്കണമെന്നുണ്ട്. ഈ ആയത്ത് മനസ്സിലാക്കാനാ. അബ്ദുറഹ്മാനവും പഴയ കാലത്തെയുള്ള മഹാൻ, ഖാലിദ് മക്ക വന്ന ശേഷം വന്ന മഹാൻ, രണ്ടുപേരും മഹാന്മാർ. കുല്ലല്ലഹും ഹുസ്ന, രണ്ടാമത്തെ പുണ്യമുണ്ട്. അത് പറഞ്ഞില്ലേ, എല്ലാവർക്കും പുണ്യമുണ്ട്. പക്ഷേ ഖാലിദൊക്കെ വന്ന ഭയങ്കര പ്രവർത്തനം. അബ്ദുറഹ്മാനൊക്കെ ഇരുന്ന് പോയി. അപ്പോ അബ്ദുറഹ്മാനോട് പറയാണ്, തർക്കമുണ്ടായപ്പോ, നിങ്ങൾ കുറെ ചെയ്തത് ശരിയാ, പക്ഷെ നിങ്ങൾ കുറെ ചെയ്തു പറഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചല്ലോ നിങ്ങൾ ചോദിക്കാം. നമുക്ക് പഴയകാല പ്രവർത്തനമുണ്ടോ ഇസ്ലാമിക പ്രസ്ഥാനത്തിലൊക്കെ? അവർ ഒരുപാട് ഓടിയിട്ടുണ്ടോ ഇസ്ലാമിന് വേണ്ടി? പുതിയ ചെറുപ്പക്കാരുണ്ടാവും, ഭയങ്കര ഉഷാറായിട്ട് വരും. അവന് തോന്നി ഈ പകയൊന്നും അനങ്ങുന്നില്ല, ഞാനൊക്കെ എന്ത് ഉഷാറായിട്ടാ ചെയ്യുന്നത് എന്ന് തോന്നിപ്പോ. ഇതാണ് കാലം തോന്നിയത്. ഇത് ജമാഅത്ത് ഇസ്ലാമികർക്ക് മനസ്സിലാവും. ഖാലിദ് തോന്നി എങ്ങനെ? അബ്ദുറഹ്മാൻ പഴയകാല പ്രവർത്തകൻ, ഒരുപാട് ചെയ്തു. ഖാലിദ് മക്കപ്പത്തിന് വന്ന ആളാ, മൂപ്പരമായ ഊഷിയുള്ള പ്രവർത്തകൻ. അപ്പൊ അബ്ദുറഹ്മാനൊക്കെ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇവനെ തോന്നി അയാൾ പോരാ. തോന്നാം, നമ്മുടെ ചെറുപ്പക്കാർ തോന്നുന്ന പോലെ. എന്റെ കുറച്ച് കുട്ടികളെ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി പറഞ്ഞതാ. നിങ്ങളത് സീഡിൽ നിന്ന് വിട്ടോ, നിങ്ങൾ കിട്ടില്ല, നിങ്ങളെ കിട്ടേക്കുന്നത് എന്റെ ക്ലാസ്. ഞാൻ എന്റെ ഇഷ്ടം പോലെ പറയാം, എന്റെ ഇഷ്ടം പോലെ ഞാൻ പറയാം. നിങ്ങളെ ഭയപ്പെട്ട കാര്യം എനിക്കില്ല. അപ്പോ ഖാലിദിന്റെ പ്രവർത്തനത്തിന് മുമ്പിൽ അബ്ദുറഹ്മാൻ ഔഫ് നിസ്സഹായനായതുപോലെ എന്തോ ഒരു പ്രശ്നത്തിൽ അത് വർത്താനുണ്ടായി. അപ്പൊ ഖാലിദ് പറഞ്ഞു, നിങ്ങളൊക്കെ പഴയകാല പ്രവർത്തകരാണ് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രവർത്തനം വെച്ചാക്കി കാണാലോ, ഇപ്പൊ ഞങ്ങളല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതി സംസാരിച്ചു. ഈ വിഷയം റസൂലിന്റെ അടുത്തെത്തി. ഹദീസാണ് കേട്ടോ, അവിടെ നമ്മൾ ശരി പഠിക്കണം, പ്രവർത്തന ശരി പഠിക്കണം. അപ്പോ ഈ വിഷയം റസൂലിന്റെ ആ ദിക്ർ ഈ വർത്താനം നബിയുടെ അടുത്തെത്തി. റസൂൽ പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അവനാണ് സത്യം. നിങ്ങൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും ഔ മിസ്ലൽ ജിബാൽ, ഉഹുദ് കൂടാതെ വേറെ എത്ര മലയുണ്ടോ അതിൽ ആ മദീനയുടെ മലകൾക്ക് അത്രയും നിങ്ങൾ സ്വർണം ചെലവഴിച്ചാലും മാ ബലഗതും അഅ്മാലഹും, ഇവരുടെ പ്രവർത്തനത്തോട് എത്തൂല എന്ന പ്രവർത്തനം. ആളുകൾ പറഞ്ഞതാ, നിങ്ങൾ ഉഹുദ് മലയോളം സ്വർണം തന്നെ ചെലവഴിച്ചോ, ഉഹുദ് മക്കളുടെ ചങ്ങാതി എത്ര മലയുണ്ട് മദീനത്തിനും അതിന് മുഴുക്ക സ്വർണം ചെലവഴിച്ചോ, എങ്കിൽ പോലും നിങ്ങൾ എത്ര ചെയ്താലും ഈ മുൻഗാമികളുണ്ടല്ലോ, ഈ ഫതഹിന് മുമ്പ് യുദ്ധം ചെയ്തും ചെലവഴിച്ചും ഈ ദീനിനെ വളർത്തിയ ആളുകൾ, അവരെ ചെലവഴിച്ച് നിങ്ങൾ എത്തൂല. ആരാ? റസൂലാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ഉഷാറാണ്. അപ്പൊ ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും, ഗ്രേഡ് വ്യത്യാസം ഉണ്ട്, ഗ്രേഡ് വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ ഒരു സംരംഭത്തിന് വേണ്ടി കൈമൈ മറന്നിറങ്ങിയവർക്കാണ് ഡിഗ്രി ഉള്ളത്, ദർജയുള്ളത്. മറ്റവരെത്ര പണിയെടുത്താലും അതൊന്നും എത്തൂല. ചിലപ്പോ ഇവൻ കൊടുത്തത് അന്നത്തെ 10,000 രൂപയ്ക്കാണ്. അന്ന് 10,000 രൂപയ്ക്ക് ലക്ഷങ്ങൾ ഉണ്ടാവും. ഇവനിപ്പോ 4 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. നിന്റെ 4 ലക്ഷത്തേക്കാൾ വലുത് ആ 10,000. കാരണം ആ 10,000 ഇസ്ലാമിന് ജീവവായുവായിരുന്നു, അതൊരു ഓക്സിജൻ ആയിരുന്നു, അത് ഭക്ഷണമായിരുന്നു, അത് മരുന്നായിരുന്നു. അതുകൊണ്ട് ഇസ്ലാം പൊങ്ങിയത്. ഇപ്പൊ നിന്റെ 4 ലക്ഷം ഇത് ആരോഗ്യമുള്ള അവസ്ഥയിലാണ് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും ഈ ഓക്സിജൻ മുട്ടൂല, ഈ വന്നം മുട്ടൂല, ഈ ശരീരം ചലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നീ വലിയ വർത്താനം പറയേണ്ട, അവിടെ നിൽക്കൂ എന്ന് ഖാലിദ്. എന്തൊരു സുന്ദരമായ വർത്താനം. അപ്പൊ ഇസ്ലാമിന്റെ വിജയത്തിന് മുമ്പ് ചെലവഴിച്ചവർ, യുദ്ധം ചെയ്തവർ, അവർക്കാണ് ആളുകൾ പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ ബാധകാവാം? നമുക്ക് ബാധകാവും. ഒന്ന്, ഇസ്ലാമിന്റെ അത് പ്രവർത്തിക്കുന്നവർക്ക് ബാധകാവും, അത് വലിയ പാടായി. രണ്ടാമത്, അല്ലാത്തവർക്ക് എങ്ങനെ ബാധകാകാം? അല്ലെങ്കിൽ ആ പ്രവർത്തകർക്കും അല്ലാത്തവർക്ക് എങ്ങനെ ബാധകാവാം? അതിങ്ങനെയാണ്. അതെങ്ങനെ? ഒരു സംരംഭം വേണം എന്ന് വെക്കുക, അത് ആവശ്യമാണ്, പ്രദേശം ആവശ്യമാണ്. ആ സംരംഭം നടക്കണം. എല്ലാവരും പറയുന്നു, ആരും തയ്യാറ്. അത്തരം ഒരു ഘട്ടത്തിൽ കാര്യത്തിന്റെ മർമ്മം മനസ്സിലാക്കി തന്റെ കൈവരി ഇറക്കിയും പറ്റുന്നവരെ ഇറക്കിച്ചും ആ സംരംഭം സ്ഥാപിച്ചു കൊടുക്കുന്ന പണി ആര് ചെയ്യുമോ അവർക്കാണ് ആളുകൾ പറഞ്ഞത്. അത് സ്ഥാപിതമായ പിന്നെ കുറെ ആൾക്കാർക്ക് അവർക്ക് ബി ഗ്രേഡ് കൊടുക്കുന്ന, അതാണ് വിഷയം, അതാണ് വിഷയം. അങ്ങനെ തുടക്കക്കാരാകാൻ പറ്റണം. നല്ല നല്ല സംരംഭം തുടക്കക്കാരാകാൻ പറ്റുന്നവർക്ക് ആ സംരംഭം തുടങ്ങുന്നതോറും അവരുടെ പരലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഈ സന്മാർഗത്തിന്റെ സത്പ്രവൃത്തിയുടെ സ്വതന്ത്രം ജാരിയ. ഒരു മനുഷ്യ
വലിയ സംഗതിയല്ലേ? പറ്റുന്നവർ മത്സരിക്കും. ഈ രംഗത്ത് അവസരങ്ങളുണ്ട്. അവസരം ഇല്ല എന്നാണെങ്കിൽ പറഞ്ഞു തരാം. കോടികൾ മുടക്കാനുള്ള അവസരം പറഞ്ഞു തരാം, ചൂണ്ടിക്കാണിച്ചു തരാം. ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ വാ, ആധാരം ഏൽപ്പിച്ചു തരാം. സംഗതി നടന്നാൽ മതി. നമുക്ക് വേണ്ടോ നിങ്ങൾ എടുത്തോ, പണി നടക്കണം. അത്രയും സംരംഭങ്ങളുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലുണ്ട്. വേണ്ട ആവശ്യക്കാർ വന്നാൽ പറഞ്ഞു തരാം. കോടിക്കണക്കിന് മുടക്കാനുള്ള ആസ്തിയുള്ള സംവിധാനങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനെയുണ്ട്. അപ്പൊ എല്ലാവർക്കും അല്ലാഹു സന്മാർഗവും പുണ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊടുക്കുമ്പോഴും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മളൊക്കെ ഇന്ന ഒരു സാധനത്തിന് 10-100 രൂപ കൊടുത്തിട്ട് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നോക്കരുത്. അവിടെ സീറ്റില്ലായിരിക്കുന്നത്. കാരണം നേരത്തെ കൊടുത്ത മനുഷ്യന്മാരുണ്ട് അവിടെ. നിങ്ങൾക്കൊന്നും സീറ്റില്ല. തൂങ്ങി പിടിച്ച് നിൽക്കാൻ കമ്പി ഉണ്ടെങ്കിൽ നിൽക്കാം, ഇരിക്കാൻ സീറ്റ് കിട്ടൂല. അപ്പൊ ഈ സ്വർഗത്തിൽ പുതിയ ഇരിപ്പിടം വരണമെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ പുതിയ സംരംഭണ തുടക്കക്കാരായി മാറാൻ നോക്കും എന്നാണ് എന്റെ വർത്തമാനം. ഞാൻ എന്നോട് പറയാം, നിങ്ങളോടല്ല. ഉള്ള സാധനത്തിന് 100, 500, 1000 സദഖ കൊടുത്തിട്ട് അതുകൊണ്ട് സ്വർഗത്തിന്റെ സീറ്റ് വാങ്ങാന്ന് വെച്ചാൽ അവിടെ സീറ്റ് നിറഞ്ഞു പോയി. ഉള്ള സീറ്റൊക്കെ അവർ കയറിയിരിക്കുന്നു. മുൻഗാമികൾ അവർക്ക് എ ഗ്രേഡാ. നമ്മൾ കൊടുത്തിട്ട് ബി ഗ്രേഡിലെ ഈ സർട്ടിഫിക്കറ്റ് അവിടെ എടുക്കൂല. എ ഗ്രേഡുകാരനെ അംഗീകാരം കിട്ടൂ, ബി ഗ്രേഡിന് പുറത്ത് കിട്ടും. അപ്പൊ ഈ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് പുതിയ കാലഘട്ടത്തിൽ പുതിയ സംരംഭങ്ങളുടെ തുടക്കക്കാരാണ്. എന്നിട്ട് പണം വാരിപ്പോയി ചെലവഴിക്കും, ആ സംവിധാനത്തെ സ്ഥാപിക്കും. എന്നിട്ട് ഈ സംരംഭത്തിന്റെ തുടക്കക്കാർ നമ്മളാ. അത് അവർക്ക് എന്തായാലും പറ്റില്ല, കാരണം അവരെ കാലം കഴിഞ്ഞു പോയില്ലേ. നമ്മളിന്റെ തുടക്കക്കാരായിട്ട് സ്വർഗത്തിൽ പുതിയ കസേര അത് ഇട്ടു തരട്ടെ. നമുക്ക് ചോദിക്കാം, എവിടെ എന്റെ സീറ്റ്? ഓടിപ്പോയി സീറ്റ് മടക്കി കൊണ്ടുവെക്കും. നല്ല കുശിന്റെ സീറ്റ് അതിന് ഇപ്പൊ ചെലവഴിക്കാൻ പോകും. അല്ലാതെ 10-100 രൂപ കൊടുത്തിട്ട് മാറി നിൽക്കില്ല, കഴിയില്ല, സീറ്റ് കിട്ടില്ല, ഫില്ലായി പോയി. ഇനി പുതിയ ഇരിപ്പിടങ്ങൾ ഉണ്ടാവണമെങ്കിൽ പുതിയ സംരംഭങ്ങളുടെ തുടക്കക്കാരായി അത് വിജയിക്കുന്നത് വരേക്കും അതിന് ചെലവഴിച്ചും അതിനുവേണ്ടി പണപരിധിയും അതിന്റെ മുന്നണി പോരാളിയായി ജീവിച്ചു മുന്നോട്ട് പോ. എങ്കിൽ ആണെന്ന് അറിയാം. പിന്നെ വരുന്നവര് ബി ഗ്രേഡ്. ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും അതാത് നന്നായിട്ട് അറിയാം. എല്ലാം ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യന്മാരാ കൊടുത്തത്, അവരെത്രമാത്രം നന്നായി ചെയ്തു, അവന്റെ പണത്തിന്റെ വില എത്രയാണ്, ഇപ്പൊ ഇവൻ കൊടുക്കുന്ന കോടിക്ക് ആ ലക്ഷത്തിന്റെ വില കൊണ്ടോ ഇല്ലാത്ത ആർക്കറിയാം, അള്ളാഹ്ക്കറിയാം. അതൊക്കെ വെച്ചിട്ട് പ്രതിഫലത്തിനുള്ളൂ. ആരുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉത്കൃഷ്ടമായ കടം കൊടുക്കാൻ തയ്യാറുള്ളതാണ്? അങ്ങനെ കടം കൊടുക്കുന്നവന് ഇരട്ടിമേൽ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് അള്ളാഹ് കൊടുക്കും. അവന് മാന്യമായ പ്രതിഫലം കൊടുക്കും. അല്ലാത്ത വർത്താനല്ലേ? കടം കൊടുക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹ് കടം കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ആരാണ് അള്ളാഹുവിന് ഏറ്റവും വിശിഷ്ടമായ കടം കൊടുക്കാൻ തയ്യാറോ? അള്ളാഹുന്റെ ദീനിനെ വിജയിപ്പിക്കാൻ വേണ്ടി, ദീനിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആവശ്യമായി വരുന്ന സംരംഭങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നവൻ അള്ളാഹ് കടം കൊടുക്കുക. അള്ളാഹ് കടം കൊടുക്കണം. വല്ലാത്തൊരു അംഗീകാരമല്ലേ? പടച്ചവന് കടം കൊടുക്കണം. അള്ളാഹ് പറഞ്ഞു, ഒരു നാടകം വെക്കാൻ കുറച്ച് പൈസ കടം താടോ, കുറച്ച് പൈസ കടം താ. ആരായിക്കാൻ? ഖജനാവിന്റെ ഉടമസ്ഥൻ. വലില്ലാഹി മീറാസു സമാവാതി വൽ അർദി ആയത്തിൽ വായിച്ചില്ലേ? വലില്ലാഹി മീറാസു സമാവാതി വൽ അർദി, ആകാശഭൂമികൾ അവന്റേതാണ് എന്നിരിക്കെ ആ ആകാശങ്ങളുടെ യജമാനനായ നാഥൻ നമ്മളോട് കടം ചോദിക്കുക. കുറച്ച് കടം തരുമോ? അവിടെ സംരംഭമുണ്ട്, ഇവിടെ ഒരു പരിപാടി നടക്കണം, അവിടെ സമയം നടക്കണം, കുറച്ച് കടം തരുമോ? എന്താണ് ആ ചോദ്യം? നമുക്ക് നാണമായി പോവില്ലേ? അള്ളാഹ് നമ്മളോട് കടം ചോദിക്കുക. അത് നമ്മളെ കളിയാക്കലല്ലേ? അഥവാ ഇതെല്ലാം അള്ളാഹുവിനായിരിക്കെ, അതൊക്കെ സ്വന്തം കയ്യിലുണ്ടായിരിക്കെ കൊടുക്കാതെ മാറി നിൽക്കുന്ന നമ്മളോട് കുറച്ച് കടങ്കിലും താണോ? തിരിച്ചു തരാം. അതാവുമ്പോ തിരിച്ചു കിട്ടുമല്ലോ. കൊടുക്കാൻ മടിയുണ്ടാവില്ല. വെറുതെ കൊടുക്കാനല്ലേ വേദന, വെറുതെ കൊടുക്കാനാ വേദന. നമ്മളെ കാലത്ത് തിരിച്ചാ എന്തേ? വെറുതെ കൊടുക്കുന്നവരുടെ കടം കൊടുക്കില്ല. ഒരാൾ വെറുതെ പറഞ്ഞൊരു 50 ലക്ഷം രൂപ വേണം, എന്ത് ചെയ്യും? അതേ സ്ഥലം കിട്ടിയിരിക്കുന്നത് 5 സെന്റ് സ്ഥലം സിറ്റിയിൽ 50 ലക്ഷത്തിന്റെ കുറവുണ്ട്. ചോദിച്ചത് ശതകോടീശ്വരനോടാ. അതെ കടം തരാൻ പൈസ ഒരു 10,000 എടുത്തു. 10,000 എടുത്ത് കൊടുത്ത് ഈ 10,000 ഈ സാധനം കിട്ടേണ്ട കാര്യം 50 ലക്ഷത്തെ കാര്യം എത്ര 10,000 തരണം? അപ്പൊ വെറുതെ കൊടുക്കുന്നതിനല്ല പുണ്യം, കടം കൊടുക്കുന്നതിനാ പുണ്യം. അതാണ് ഇസ്ലാം. വലിച്ചിട്ട് കൊടുക്കേണ്ട 50 ലക്ഷം
ഞാൻ സ്കൂളിൽ സ്ഥലം എടുത്തിരിക്കുക, നിങ്ങൾക്ക് വരില്ല കേട്ടോ. ഇവിടുന്ന് 5 പൈസ ഞാൻ നാട്ടിലേക്ക് പേരാണ്. അവിടെ ധൈര്യമായിട്ട് പോയാൽ എനിക്ക് നിങ്ങളെ പണം വേണം, അത് ഞങ്ങളെ നോക്കിക്കോളും. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പോകും. അപ്പൊ 2 ഏക്കർ സ്ഥലം എടുത്തിരിക്കുക, ഒരു സ്കൂൾ അംഗീകാരം കിട്ടില്ല. സെന്റിന് 46 രൂപ വേണം. 46 രൂപ വേണം. 4 മാസം എഴുതണം. റമദാൻ തന്നെ എന്റെ മണി തണ്ടല. ഇവിടുന്ന് പോകുന്ന അതിന് വേണ്ടിയാണ്. ഇവരെ എല്ലാവർക്കും പോയി ജീവിക്കാനാണ്. നമുക്ക് വേറെ പണിയില്ല. അപ്പൊ ഇത് സെന്റ് ആയിട്ട് വക്കുകയില്ല. അപ്പൊ നമ്മൾ പ്രൊജക്ട് ഒന്നുകിൽ സെന്റ് വർക്ക് ചെയ്യാം. എത്ര സെന്റ് എടുക്കും? ഒരു ദീനീ സ്ഥാപനമാണ്, കേവല സ്കൂളല്ല, മതപരമായ ചുറ്റുവട്ട ഹയർ സെക്കൻഡറി മദ്രസ ഉൾപ്പെടെ +2 കൂടെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ നല്ല കഴിവോടുകൂടി ഫ്ലുവന്റ് ഇംഗ്ലീഷ് ആക്കി വളർന്നതോടൊപ്പം ദീനീ ചുറ്റുവട്ടങ്ങൾ പഠിപ്പിക്കുന്ന ഒരു നല്ല സ്ഥാപനം, പള്ളിയോടുകൂടി ഹോസ്റ്റലോടുകൂടി അവ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത് നല്ല വഖഫ. അപ്പൊ നമ്മൾ തീരുമാനിച്ചു 1 സെന്റ് വഖഫ് ചെയ്യാം, 2 ഇല്ലെങ്കിൽ ലക്ഷം രൂപ കടത്തണം, 3 ഇല്ലെങ്കിൽ സംഭാവന സ്വീകരിച്ചോളാം. അപ്പൊ നമ്മൾ പറയും പറ്റുമെങ്കിൽ ചെയ്യേണ്ടത് വഖഫ. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി പറ്റില്ലെങ്കിലോ കടം മതി, ഞങ്ങൾക്ക് എന്ത് വേണം, 1 ലക്ഷം രൂപ കടം തരണം 2 കൊല്ലത്തേക്ക്, ഞങ്ങൾ തിരിച്ചു തരും, ബോണ്ട് തരാം. അപ്പൊ ഇത് രണ്ടും കേട്ടിട്ട് ഇപ്പായും പറയും അതെ ഒരു 14 രൂപയാണ്. നമ്മൾ പറയും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ സംഭാവന വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഒന്നിൽ വഖഫ് അല്ലെങ്കിൽ കടം. പിന്നെ നിങ്ങൾ തരേണ്ട ഈ ബുദ്ധി കിട്ടോ ആ 14 അപ്പൊ അവനെ വഷളാക്കിക്കാൻ വരാൻ പറ്റും. കാരണം ഇവൻ എന്താ വിചാരിച്ചത്, 14 വെറുതെ കിട്ടല്ലേ, വെറുതെ കിട്ടിയ കാര്യമില്ല. ഇപ്പൊ പറഞ്ഞ സമയം കൊണ്ട് സംഗതി എഴുതെടുക്കണേ പണം വേണം, അത് നമ്മുടെ കയ്യിലില്ല, കടം മതി, നമ്മൾ കിട്ടിത്തരും. അപ്പൊ 1 ലക്ഷം കടം ചോദിക്കുമ്പോ ഇപ്പൊ അവൻ 14 തന്ന അവനോട് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ നടക്കേണ്ട ആവശ്യത്തെക്കാൾ വലുതാണ്. ഈ 14 രൂപ കൊണ്ട് എന്താക്കാൻ പറ്റും? 90-90 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇതുകൊണ്ട് എത്ര ആൾക്ക് കൊണ്ടിരും? അതുകൊണ്ട് ചിലപ്പോൾ സംഭാവന വേണ്ട, ഞങ്ങൾ പിന്നെ വരാം, അവിടെ വെച്ചോ, സ്കൂൾ തുടങ്ങിയിട്ട് വാങ്ങിക്കോളാം എന്ന് പറയുന്നത് തിരുപോലും. കാരണം കാര്യങ്ങൾ നടക്കണ്ടേ, അവരെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഇത്ര ജാഗ്രത ഇസ്ലാം നിലനിർത്തുന്ന കുഴപ്പം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അവസാനം അത് കടം കൊടുക്കലാ പുണ്യം. ഇപ്പോ വെറുതെ കൊടുക്കുന്ന വലിയ പുണ്യൊന്നുമില്ല, വെറുതെ കൊടുക്കണ്ടെന്നല്ല, കടം കൊടുക്കുന്ന വലിയ പുണ്യ. വെറുതെ കൊടുക്കുമ്പോ 1000-500 ലക്ഷം വലിയ വരുന്നില്ല. ഒരാവശ്യം നടക്കട്ടെ, നിങ്ങളുടെ കയ്യിലെ പണം കൊണ്ട് കടമായിട്ടെങ്കിലും ഒരു സംരംഭം കയറട്ടെ, നിങ്ങൾ അളവുതല്ല. അതിനാണ് അറിയാവുന്നത്. ബാങ്കിൽ കിടക്കല്ലേ ലക്ഷങ്ങൾ, ഒരു 4 ലക്ഷം പലിശ കൊടുക്കണോ? ഒരു കൊല്ലം പലിശ ഉണ്ടാവുന്ന പലിശ വേണ്ടല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് കാര്യം നടക്കട്ടെ, തിരിച്ചു കിട്ടൂലേ? കിട്ടണം, പക്ഷെ തയ്യാറില്ല. അപ്പൊ ചോദിക്കുക, അപ്പൊ മനുഷ്യന്മാർ ഇങ്ങനെയാണ് കൊടുക്കൂല. അപ്പൊ അല്ല ചോദിക്കുക, കുറച്ച് കടം തരുമോ, കുറച്ച് കടം തരുമോ? ആ ശൈലി പഠിക്കാനായിട്ട് പറഞ്ഞു, കുറച്ച് കടം തരുമോ? അപ്പൊ അതാണ് വെറുതെ തരാം, വെറുതെ തരാം, എന്റെ 10,000-5,000 തരാം. അത് വേണ്ട, കാര്യങ്ങൾ നടക്കാൻ മാത്രം കൊടുക്കണം. അതിന് നീ വെറുതെ കൊടുക്കാൻ മതി, കടം കൊടുക്കാൻ മതി, പകരം തരാം, പകരം തരാം, തിരിച്ചു തരാം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ശ്രേഷ്ഠമായ കടം കൊടുക്കാൻ കഴിയുന്നവർ ആരാണ്? ആര് തയ്യാറുണ്ട്? അങ്ങനെ കൊടുത്താൽ എന്താ കിട്ടുക? 2 കാര്യം കിട്ടും. ഒന്ന്, അവനത് ഇരട്ടിയൊക്കെ തിരിച്ചു കൊടുക്കും, ഒരു നഷ്ടവും വരില്ലാതെ. കൊടുത്തത് മാത്രമല്ല തരിക, ഇരട്ടിയാക്കിയിട്ട് തരുന്ന എന്തോ ഒരു ഉഷാർ പറഞ്ഞാണ്. അപ്പൊ എഴുതി കൊടുക്കണ്ടേ ചെക്ക്? കാരണം ഈ കൊടുക്കുന്നതിന് ഇരട്ടിയൊക്കെ അല്ല തരാൻ തയ്യാറല്ലേ? അള്ളാ തരാൻ തയ്യാറാ. കല്യാണത്തിന് ഒരുപാട് പണം കിടക്കല്ലേ, കിട്ടാൻ നിൽക്കുന്ന പ്രശ്നമില്ല. കാരണം മുങ്ങൂലല്ലോ, ഇത് വാങ്ങി മുങ്ങുന്ന പ്രശ്നമില്ലല്ലോ. ഞങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്, എനിക്കത് പറയാൻ ഇഷ്ടമായില്ല. ഇത് കല്യാണത്തിൽ കണ്ടമാന ആസ്തിയുണ്ട്, ഇതെവിടേക്കും പോകൂല. തന്ന ചെക്കന്നെ അത് എപ്പോ അടച്ചാലും പൈസ കിട്ടും. അത്രയും കൃത്യമായിട്ടൊരു നാളെ നിങ്ങൾക്ക് ചോദിക്കുക, തയ്യാറുണ്ടോ കടം തരാൻ? ഏറ്റവും വിശിഷ്ടമായ കടം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? അങ്ങനെ കൊടുത്താൽ അവന് ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുക്കും. ഒന്ന്, വലവു അജ്റുൻ കരീം, ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം വേറെയും കൊടുക്കും. അപ്പൊ കൊടുത്ത പൈസ കിട്ടില്ല, കൊടുത്ത പൈസ കിട്ടുക മാത്രമല്ല, കൊടുത്ത പൈസ ഇരട്ടിയായിട്ട് കിട്ടും. ഒന്ന്. ഇനി ഈ പൈസ ഇരട്ടിമറ്റി കിട്ടുന്നത് മാത്രമല്ല, വേറെ പുണ്യം തരും. അജ്റുൻ കരീം, മാന്യമായ പ്രതിഫലവും അള്ളാഹു നന്നായിട്ട് നൽകും. ഹദീസ് കൂടി കെട്ടി നിർത്താം, സമയം കുറയാതെയായി. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്,
ഉറങ്ങേണ്ടവർ പോയി ഉറങ്ങണം കേട്ടോ. നമ്മളെല്ലാം ഈ കുളത്തിലായിപ്പോയി. നിങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഒരു വിഷയം പറഞ്ഞ് തീർക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ഉറക്ക തടസ്സം വരികയാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പോയി ഉറങ്ങണം. ശബ്ദമാണ് പ്രശ്നമെങ്കിൽ തൽക്കാലം പുറത്തെ പോയി ഉറങ്ങിയിട്ട് പിന്നെ ഒന്ന് കിടന്നാൽ മതി. ഒരു ഹദീസ് കേൾക്കുക. ഇരട്ടിമേൽ ഇരട്ടിയായി എന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി കാണിച്ച ധീരത, അബൂ ദഹ്ദ, പേര് അബൂ ദഹ്ദ. മൻ തദരി യുഖില്ലാഹ ഖർദൻ ഹസന ഫയുദാഇഫഹു ലഹു എന്ന ഈ ആയത്ത് ഓതിക്കേണ്ടപ്പോ കാന അബൂ ദഹ്ദ അൻസാരി, അബൂ ദഹ്ദ അൻസാരി പറഞ്ഞു, യാ റസൂലല്ലാഹ് അലൈഹി റസൂലേ വഇന്നല്ലാഹ ലയുരീദു മിന്നൽ ഖർദ. അല്ലാഹ് നമ്മുടെ കയ്യിൽ കടമാണ് ഉദ്ദേശിക്കണം. അല്ലാഹ് നമ്മളോട് കടം ചോദിക്കണം. കേൾക്കുമ്പോൾ നാണാവില്ലേ നമുക്ക്? ശരിക്കും നമ്മളെ പരീക്ഷിക്കാനല്ല. ഇതെല്ലാം കേട്ട് കൊടുക്കാത്ത ആൾക്കാർക്ക് കുറച്ച് കടം തരുന്നതുമായി ചോദിക്കുന്നത്. അത് കേൾക്കുന്ന വിശ്വാസത്തിന് നാണാകും. പഠിച്ചവനെ, നിന്റെ ദീനിന്റെ കാര്യങ്ങൾ നടക്കാൻ ഞങ്ങൾ ജീവിച്ചിരിക്കെ, ആസ്തി ഉണ്ടായിരിക്കെ, ഞങ്ങൾ ചെലവഴിക്കാത്തപ്പോൾ നീ കടം ചോദിക്കുകയാണ്. അതാണ് പരിഹാസം. നിന്റെ ദീനിന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ, ഞങ്ങളുടെ ഘടാവലികന്മാരായി കോടികളുടെ ആസ്തികളായിരിക്കെ, ഞങ്ങളത് ചെയ്യാത്തപ്പോ നീ ഞങ്ങളെ ഇളക്കാൻ വേണ്ടി കടം ചോദിക്കാണല്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കി. അത് വല്ലാത്ത വിഷയമാണ്. അപ്പൊ അബൂ ദഹ്ദ ചോദിച്ചു, റസൂലേ, അല്ലാഹ് നമ്മളോട് കടം ചോദിക്കാണല്ലേ? അല്ലാഹ് നമ്മളോട് കടം ചോദിക്കാണ്. വഇന്നല്ലാഹ യുരീദു മിന്നൽ ഖർദ. ഇബ്നു കസീർ ആണ്. അല്ലാഹ് നമ്മളോട് കടം ചോദിക്കാണ്. ഖാല റസൂൽ പറഞ്ഞ, യാ അബൂ ദഹ്ദ, അബൂ ദഹ്ദയെ അല്ലാഹ് കടം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ നടക്കണം, അതിന് കടമാണ് ചോദിക്കുന്നത്. ഖാല അബൂ ദഹ്ദ പറഞ്ഞു, അരിനി യദക യാ റസൂലല്ലാഹ്, റസൂലേ എന്റെ കൈ ഇതാ, നിങ്ങളുടെ കൈ ഇതാ. റസൂൽ കൈ നീട്ടി. ഖാല ഫനാവലഹു യദഹു, റസൂൽ കൈയിനെ കീറി പിടിച്ചു അബൂ ദഹ്ദ. ഖാല എന്നിട്ട് പറഞ്ഞു, ഫഇന്നി ഖദ് അഖറത്തു റബ്ബി ഹാഇദി, എന്റെ തോട്ടം ഞാൻ അല്ലാഹു കടം കൊടുത്തു. ആയത്ത് ഇറങ്ങിയ സംസ്കാരം നടക്കുന്നുണ്ടോ? നമ്മൾ ആയത്ത് കേട്ടാൽ അനുകൂല നമ്മൾ ഇത് ആയത്ത് ഇറങ്ങിയ സംസ്കാരം. ആ കയ്യിന്നതാ റസൂലേ, കയ്യിൽ കൊടുത്തു. അതിൽ പിടിച്ചിട്ട് പറയാ, ഇന്നി ഖദ് അഖറത്തു റബ്ബി ഹാഇദി, എന്റെ ആ വലിയ തോട്ടമല്ലോ, എന്റെ പേരാ പറഞ്ഞത്, അത് ഞാൻ അല്ലാഹു കടം കൊടുക്കുന്നു. വലഹു ഹാഇദുൻ, അദ്ദേഹത്തിന് വലിയ തോട്ടമുണ്ടായിരുന്നു. ഫീഹി 600 നഖല, അതിൽ ഫലം കൊയ്യാൻ പറ്റുന്ന 600 ഈത്തപ്പഴം, 600 റബ്ബർ മരമുള്ളത് പോലെ. അങ്ങനെ വെച്ചോ, ഇപ്പോ തോട്ടത്തിൽ 600 റബ്ബർ വെട്ടാനായ റബ്ബർ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാ. അതുപോലെ 600 ഈത്തപ്പഴം, പഴം കൊഴിക്കുന്ന ഈത്തപ്പഴമുള്ള വലിയ തോട്ട. ആ തോട്ടം അങ്ങ് കൊടുത്തു. ആ തോട്ടത്തിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഉമ്മു ദഹ്ദ ഫീഹി വഇയാലുഹ, ഭാര്യ ഉമ്മു ദഹ്ദവും മക്കളും ആ തോട്ടത്തിന്റെ താമസം. വീട് അവിടെ തന്നെ, വീടും പറമ്പും ഉള്ളത്. അതിൽ 600 ഈത്തപ്പഴ മരങ്ങളുണ്ട്. ഭാര്യ സമയമാണ് താമസിക്കുക. ആ തോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ഖാല, എന്നിട്ട് എന്ത് ചെയ്തു? ഫജാഅ അബൂ ദഹ്ദ, ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കടം കൊടുത്തിട്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുത്തിട്ട് മൂപ്പര് വീട്ടിൽ പോയിട്ട് അബൂ ദഹ്ദ വിളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ വീട്ടിനെ മുറ്റത്ത് ചെന്നിട്ട് തോട്ടത്തിലേക്ക് കയറിയില്ലാന്ന ഹദീസ്. അത് കൊടുത്തില്ലേ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ? ആ പുറത്തു നിന്ന് വിളിച്ചു പറയാം. അദ്ദേഹം വിളിച്ചു പറഞ്ഞു അവളെ, ആരെ? ഭാര്യയെ. യാ ഉമ്മു ദഹ്ദ, ഉമ്മു ദഹ്ദ പുറത്ത് വിളിച്ചു. അപ്പൊ ഭാര്യ ലബ്ബൈ വിളി കേട്ടു. ഭർത്താവ് വിളിച്ച ഭാര്യ ഒന്ന് വിളി കേട്ടു. ശരിയാ, ലബ്ബൈ. ഇദ്ദേഹം പറഞ്ഞു, ഉഖ്റുജി, നീ പുറത്തു വാ. ഫഖദ് അഖറത്തുഹു റബ്ബി അസ്സ വജല്ല, ഈ തൊടികയും പുരയിടവും അല്ലാഹുവിനെ കടം കൊടുത്തിരിക്കുന്നു. നീ പോലും, നീ ഇറങ്ങി വാ. വഫി റിവായത്ത്, വേറൊരു ഹദീസിൽ അന്നഹാ
ഈ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നേടി, നമ്മൾ നേടി. എന്തൊരു മുത്താണ്. ഈ കച്ചവടത്തിൽ നമ്മൾ നേടിയിരിക്കുന്നു. ഉടനെ അവൾ വീട്ടു സാധനമെല്ലാം നീക്കി. കുട്ടികളെ കൈപിടിച്ചിറങ്ങി. ഉടനെ എല്ലാം കെട്ടിയെടുത്ത് മക്കളെയും പിടിച്ചവനിറങ്ങി, സന്തോഷത്തോടെ ഇറങ്ങി. റസൂലുള്ളാഹി പറഞ്ഞു, അബൂദർദാവിന്റെ സ്വർഗ്ഗത്തിൽ എത്ര പുരയിടമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. കൊടുത്തിട്ട് വാങ്ങാം. നമ്മൾ പരിക്കില്ലാതെ പ്രാർത്ഥിച്ചു വാങ്ങാൻ തീരുമാനിച്ചതാണ്, കിട്ടൂല. പരിക്ക് പറ്റാതെ പ്രാർത്ഥിച്ചു വാങ്ങാൻ തീരുമാനിച്ചെടുത്തല്ലേ ഇത് കാണണം. നിങ്ങൾ കണ്ണു തുറക്കണം, കൊടുത്തിട്ട് വാങ്ങണം. ആകെയുള്ള പുരയിടവും സ്ഥലവും അങ്ങ് കൊടുത്തിട്ട് ആ പുരയിടം കൊടുക്കുന്നത് എന്റേതല്ലെന്ന ബോധത്താൽ പുറത്തു നിൽക്കുന്ന മോളെ ഇറങ്ങി വാ, ഞാനത് കൊടുത്ത അല്ലാഹ്. ഇത് കേട്ടപ്പോ സന്തോഷത്തോടു കൂടി ലാഭം നേടി നിങ്ങൾ. ഉടനെ പെട്ടിയെടുത്ത് മക്കളെയും പിടിച്ച് അബ്ദുൽ കൂടെ ഇറങ്ങിപ്പോയി. ഇവരാണ് സ്വർഗത്തിലുള്ളത്. ഓർമ്മ വേണം, അവിടുത്തെ പോകാനാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ കയറി എത്തൂല, വലിയ പണിയാ. ഇത് യാസീനോ എണ്ണം തയ്ച്ചിട്ടോ ദിക്ർ ചൊല്ലി തയ്ച്ചിട്ടോ കിട്ടുന്ന സാധനമല്ല, ഇത് കൊടുത്തിട്ട് വാങ്ങുന്നതാ. ഇന്നല്ലാഹു അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തും ശരീരവും വാങ്ങിയിരിക്കുകയാണ്. ആ സമ്പത്തും ശരീരവും അള്ളാന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നവർക്ക് പകരം അല്ല തരുന്ന ഒന്നാണ് സ്വർഗം. സമ്പത്തും ശരീരവും കൊടുത്തിട്ടേ സ്വർഗം കിട്ടൂ. അല്ലാതെ ദിക്റും പുഴയും യാസീന്റെ എണ്ണവും ഖത്മിന്റെ എണ്ണവും കൊടുത്തിട്ട് സ്വർഗം കിട്ടും വിചാരിക്കരുത്. അങ്ങനെ സ്വർഗമില്ല, അങ്ങനെ സ്വർഗമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാന്റെ മാർഗത്തിൽ കടം കൊടുത്തിട്ട് നേടിയതാണ്. അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ കൊടുത്തിട്ട് നേടാൻ കഴിയണമെന്നാണ് സൂറത്തുൽ ഹദീദ്. രണ്ടായത്തെ വരെ പറ്റുള്ളൂ, എനിക്കത്രേ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് വായിച്ചു പോയിട്ട് സൂറത്ത് നിൽക്കാം, പക്ഷെ ഇത് ഭയങ്കര സംഗതിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആകത്തുകയില്ല ഈ അധ്യായത്തിന്റെ ഊന്നൽ മേഖല അതാണ്. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കൽ, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ പണവും ശരീരവും കൊടുത്ത് മുന്നണി പോരാളികളാവൽ, അതിന് കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കാൻ, അതിൽ മത്സരിച്ച് മുന്നേറാൻ. ഒരു സംരംഭത്തിന്റെ തുടക്കക്കാർ ആളുകൾ തരല്ല, പിൽക്കാലത്ത് വരുന്നവർക്ക് ഭീകരം. അള്ളാഹു കടം ചോദിക്കാം. അവന്റെ ദീനിനു വേണ്ടി നിങ്ങളെ കയ്യിലുണ്ടായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അള്ളാഹ് കടം ചോദിക്കാം. ആ ചോദ്യം കേട്ടിട്ട് അനങ്ങാൻ പറ്റണം. അങ്ങനെ അനങ്ങാൻ പറ്റിയതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നാണ് ഈ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആദ്യമായി എന്നോട് പിന്നീട് നിങ്ങളോട് അള്ളാഹുവിന്റെ ദീനിന്റെ മർദ്ദം ഇങ്ങനെയാണ് നമ്മൾ ഹൃദയം. അല്ലാതെ പള്ളിമേടകളിലും ഖാൻഗാഹുകളിലും തൊലീകത്ത് ആസ്ഥാനത്തും മക്കുപടകളും ചടഞ്ഞു നിന്നിട്ട് എണ്ണം തികച്ച് അങ്ങനെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങനെ ഒരു സ്വർഗം ഇല്ല. കൊടുത്ത് നേടിയും മാത്രമേ സ്വർഗം കിട്ടൂ. സ്വർഗം ചീപ്പ് റേറ്റ് സാധനമല്ല, സ്വർഗം വില കുറഞ്ഞ ഒന്നല്ല, സ്വർഗം വളരെ വില പിടിച്ച ഒന്നാണ്. അതിനു വേണ്ടിയാണ് ഈ മഹാരഥന്മാർ ഈ ഇരിക്കുന്ന പുരയുടെ കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങിയത്. അവർ തെരുവിൽ പോകുന്നത് വേറെ കാര്യം, പക്ഷേ അങ്ങനെ ചെയ്തു അവർ. എങ്കിൽ പുതിയ കാലങ്ങളിൽ വീട് വെക്കാൻ ഇസ്ലാം പറഞ്ഞില്ല. നമ്മുടെ വീടും വാഹനങ്ങളും ഇരിക്കട്ടെ, പരമാവധി വരുമാനം സോഴ്സ് ഇങ്ങനെ ചെലവഴിച്ചിട്ട് നിങ്ങൾ നേടാൻ നോക്കൂ. അതിനുള്ള അവസരം എന്റെ മുമ്പിൽ നിങ്ങൾ തന്നിരിക്കാം. അവിടെ ചെയ്യാതെ എന്തോ ചിലർക്ക് കൊടുത്തിട്ട് മാന്യന്മാരായി നടക്കാൻ തീരുമാനിച്ചുവെങ്കിൽ നമ്മുടെ മാന്യതയ്ക്ക് പരലോകത്ത് ചെല്ലണ്ട. അവിടെ പുറത്ത് പറയാൻ പോലെ ഈ സംഗതി അവിടെ നിൽക്കുന്നത് ഈ ഗടാഗരികന്മാരാ. നാണമാവും നമുക്ക് അവരുടെ മുമ്പിൽ നിന്ന് പറയാം. അതുകൊണ്ട് ഇത്തിരി മത്സരബുദ്ധിയോടെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വാ. അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. തമ്പുരാന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ, ശരീരവും സമ്പത്തും ചെലവഴിച്ച് നേടാൻ ഈ തിരുവാക്യങ്ങൾ, അല്ലാഹുവിന്റെ വചനങ്ങൾ
ഈ തിരുവചനങ്ങൾ, തിരുനബിയുടെ വചനങ്ങൾ, ഈ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയ പാഠങ്ങളാണ്. പാഠങ്ങളെ ഉൾക്കൊള്ളാൻ ബുദ്ധിയും കഴിവും തന്റെ കേന്ദ്രീകരിക്കുമാറാവട്ടെ. നാഥൻ നമ്മുടെ ഭാഗത്ത് ഉദ്ഭവിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മപ്പാതിരുമാറാവട്ടെ. പടച്ചതമ്പുരാന്റെ വചനങ്ങളിലൂടെ, തിരുസംഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിച്ചു വരുന്ന സംഗതികളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും വിഷയങ്ങളെ ഗൗരവം മറന്നു പോകുന്നവരാണ് നമ്മൾ. ഗൗരവം നമ്മുടെ മനസ്സിലേക്കില്ല. വിഷയങ്ങളെ കൊടുക്കും തമ്മിൽ മാത്രമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഖുർആനിന്റെ ആയാത്തുകൾ വേണ്ട, അത് പഠിപ്പിക്കുന്ന ചരിത്ര പാഠങ്ങളോ തിരുവചനത്തിലെ ഊന്നലുകളോ വേണ്ട. നമുക്ക് കെട്ടുകഥകൾ മതി. ഇത് സമുദായം അങ്ങനെയാണ്. ഈ കെട്ടുകഥകൾക്ക് അപ്പുറത്ത് ഈ മർമ്മങ്ങൾ പഠിച്ചു ഇസ്ലാമിന്റെ മുന്നണി പോരാളികളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇഷ്ടദാസന്മാരും ദാസിമാരും നമ്മെ ഏവരെയും പടച്ചതമ്പുരാൻ അവന്റെ ദീനിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പൂർത്തീകരിക്കുന്നതിനും നമ്മുടെ ആസ്തികൾ വ്യയം ചെയ്യാൻ കഴിയുന്ന ധീരരായ മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി അള്ളാഹുവിനെ മാറ്റി തീർക്കുമാറാവട്ടെ. സംരംഭങ്ങളുടെ തുടക്കക്കാരായി, സംരംഭങ്ങളുടെ പൂർത്തീകരണക്കാരായി, സംരംഭങ്ങളെ സംവിധാനിക്കുന്ന ആളുകളായിട്ട് മാറാൻ കഴിയുന്ന യോഗ്യരായ പ്രവർത്തകരിൽ, വിശ്വാസികളിൽ, കർമ്മധീരരായ മുസ്ലിമീങ്ങളിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നടന്നുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങളുടെ പിന്നാലെ കൂടി 500 1000 കൊടുത്ത് ആളാകാൻ ശ്രമിക്കുന്നത് നാണക്കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് കൈമേൽ മറന്ന് സംരംഭങ്ങളുടെ തുടക്കക്കാരായി, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന, അതിന്റെ പൂർത്തീകരിക്കുന്ന വക്താക്കളായി, അതിനെ പൂർത്തീകരിച്ച് കൈയിലേൽപ്പിച്ചു കൊടുത്തിട്ട് നടക്കുന്നത് നോക്കിക്കണ്ടുകൊണ്ട് സമാധാനമടയാൻ കഴിയുന്ന സംതൃപ്തരായ മുൻഗാമികളായി, ആ സംരംഭത്തിന്റെ മുൻഗാമികളായി മാറാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാർ നമുക്കിടയിൽ ഉണ്ടായി തീരുമാറാവട്ടെ. പടച്ചവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ കൊടുക്കാൻ മടിയില്ലാത്ത കൂട്ടരാക്കി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. അങ്ങനെ കൊടുക്കുന്നത് മുഖേന ഇഹലോകത്ത് ഒരു നഷ്ടവും വരാത്ത വിധം അള്ളാഹു നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തീരുമാറാവട്ടെ. ആ കൊടുക്കൽ മുഖേന പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുപാട് ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് ഒരുപാട് വീടുകൾ, ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഒരുപാട് ഏക്കർ കണക്കിന് മൈതാനങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ അധ്യായത്തിന്റെ മർമ്മം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുമാറാവട്ടെ. ഈ അധ്യായം റമദാനിന്റെ സവിശേഷമായ രാവിൽ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ ഈ ചിന്തയും പാഠവും നാം അവസാനിക്കുന്നതുവരേക്കും നമ്മുടെ കൂടെ ജീവത്തായി നിൽക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീനിന്റെ മാർഗത്തിൽ നാം കൊടുക്കുന്നതൊക്കെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ കൊടുക്കാൻ സന്മനസ് നൽകുമാറാവട്ടെ. നാം ഈ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്തിനും ശരീരത്തിനും നമ്മുടെ കഴിവുകൾക്കും അർഹമായ പ്രതികരണങ്ങൾ ഈ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ. അർഹമായ പ്രതിഫലത്തോടൊപ്പം അവന്റെ ഔദാര്യത്തെ ഇരട്ടിമേൽ ഇരട്ടിയായി വർദ്ധിപ്പിച്ച ഔദാര്യം കൂടി അതിന്റെ പേരിൽ പരലോകത്തെ ആസ്വദിക്കാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. നമ്മിൽ മരിച്ചു പോയവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും നാഥൻ പൂർത്തീകരിച്ച്, ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച്, ബുദ്ധിമുട്ടുകളെ ദൂരീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവർ നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാത്രിയിൽ ഉറക്കമിളച്ച് ഇത്തിരി സമയം അധികമായി പോയതിന്റെ പേരിൽ ഈ ഖുർആൻ പഠന വേളയിൽ നിങ്ങളുടെ മനസ്സിൽ വിഷമത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നഷ്ടപ്പെട്ടു പോയ സമയം ഉറങ്ങിയെടുക്കാൻ ഒരു അവസരം കണ്ടെത്തിയെങ്കിലും ഈ പഠന സദസ്സിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ, ഉണർന്നിരിക്കാൻ കഴിയുമാറും അള്ളാഹുവിനെ ഈമാൻ കൊണ്ട് കരുതലാക്കി തീർക്കുമാറാവട്ടെ. ഈ നിമിഷങ്ങൾ മുഖേന ഒത്തുചേരാവുന്ന ക്ഷീണം ആവേശത്തെ നാഥൻ ദൂരീകരിച്ച് കരുത്ത് നൽകി, ആവേശം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രാത്രിയിലെ ഈ ഉറക്കമിളക്കൽ പകലിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ ബാധിക്കാതിരിക്കുമാറും നമ്മുടെ സവിശേഷമായ ഓജസ്സും കഴിവും ഈ സന്ദർഭങ്ങൾക്ക് പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമുക്കൊരിക്കലും ഒരു വിജ്ഞാന സദസ്സിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതിലിരിക്കുന്ന മാത്രയിൽ മടുപ്പും ചെടുപ്പും അനുഭവപ്പെടാതെ അതിന്റെ പേരിൽ നമ്മൾ സ്വയം ശ്രമിക്കുന്ന അവസ്ഥ വരാതിരിക്കുമാറും ആ വിജ്ഞാന സദസ്സ് സ്വർഗത്തിലെ റൗള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സദസ്സിനെ ആ ഗൗരവത്തോടെ കാണാൻ എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി എൻ്റെ വിഷമാണ് പറയുന്നത്. ഞാൻ നിങ്ങളോടെന്തോ അന്യായം കാണിച്ചു തോന്നാതിരിക്കുമാറും അള്ളാഹു നിങ്ങളെയും എന്നെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. കബൂലിസത്തായ നാഥൻ ഈ സദസ്സിനെ വല്ലാതെ അനുഗ്രഹിക്കുമാറാവട്ടെ.
അതിന്റെ കൃപാകടാക്ഷങ്ങൾ നിരന്തരമായി നൽകി ഈ ആയത്ത് പൂർണ്ണമായി സൂറ പൂർണ്ണമായി പഠിച്ചെടുത്ത് ഈ അധ്യായത്തിലൂടെ ഈമാനിൽ തിളക്കം കൂട്ടി കർമ്മരംഗത്ത് എഴുന്നേറ്റെടുക്കുന്ന നല്ല ഇസ്ലാമിന്റെ പ്രവർത്തകരായി മാറാൻ വിപ്ലവ വീര്യമുള്ള വലിയ ബദൽ സംവിധാന തുടക്കക്കാരായി മാറുന്ന കരുത്തരായി മാറാൻ അല്ലാഹു നമുക്ക് മാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا توفنا مسلمين وألحقنا بالصالحين. اللهم أيد أيدينا لإقامة الدين. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين. السلام عليكم.